ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ മൈൻഡ്ഫുൾനെസ്സിന്റെ ദിവസമാണിന്ന്. ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ഹാബിറ്റ് എനർജി. തീർച്ചയായിട്ടും ഈ ടോപ്പിക് എന്താണെന്ന് നമുക്കൊരു സംശയമൊക്കെ ഉണ്ടായേക്കാം. എന്താണ് ഹാബിറ്റ് എനർജി എന്ന്? തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ്സിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഹാബിറ്റ് എനർജിയെ നമുക്ക് ആന്റണി സാറിലൂടെ കേൾക്കാം. നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബ് സാർ. എല്ലാവർക്കും ഞാൻ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വിഷയം സാബു സാർ പറഞ്ഞതുപോലെ ഹാബിറ്റ് എനർജി എന്നാണ്. അപ്പോൾ സാബു സാറിന്റെ ആ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു സംശയം ഉണ്ട്, ഇതെന്താണെന്നുള്ളതിനെ കുറിച്ച്. നമ്മൾ കഴിഞ്ഞ 8 ആഴ്ചകളിലായിട്ട് മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിന്റെ വളരെ വിശദമായ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു. സിമ്പിൾ മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിന്റെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രീത്തിങ്, അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ, ഇതെല്ലാം ഞാൻ വിവരിക്കുകയായിരുന്നു. ഇന്നു മുതൽ കൂടുതലായിട്ട് ഹാബിറ്റുകളെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതും ഒരു 5-8 ക്ലാസ്സുകളെങ്കിലും എടുക്കും. ഇനി വരുന്ന ആഴ്ചകളിലെല്ലാം ഇതിന്റെ വിശദമായിട്ടുള്ള ആശയങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഹാബിറ്റ് എനർജിയെ പറ്റി പറയുമ്പോൾ ഞാൻ 1-2 റിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ പറയാം. മനുഷ്യൻ ഒരിക്കല് ചേത്തല്ലാണ് എന്നെ പേടിപ്പിക്കുന്നത്. സാറേ ഓക്കെ. ഒരിക്കൽ നാട്ടിലുള്ള ഒരാള് ഒരു 3 വർഷം മുമ്പ് കോവിഡ് ഒക്കെ ആരംഭത്തിന്റെ ആ സമയത്ത് എന്നോട് ഒരാൾ വളരെ നിർബന്ധപൂർവ്വം എന്നോട് പറഞ്ഞു. അന്ന് ആ സമയങ്ങളിൽ ഞാൻ, അതായത് ഒരു 2015 തൊട്ട് ഉള്ളതാണ്, അതിന് 19കളിലൊക്കെ ഞാൻ സെൻ ബുദ്ധിസത്തെ കുറിച്ച്, സെൻ മെഡിറ്റേഷനെ കുറിച്ചായിരുന്നു ക്ലാസ് എടുത്തത്. അപ്പൊ നാട്ടിലുള്ള ഒരാൾക്ക് വളരെ നിർബന്ധം സെന്നിനെ കുറിച്ചും അതുപോലെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് അറിയണം, എന്നെ കൂട്ടണം എന്നും പറഞ്ഞു നിർബന്ധമായി. അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഞാൻ ഓൺലൈനിൽ എടുക്കാൻ കാരണമായത്. അതേസമയം ഇതുപോലെ തന്നെ ഒരാൾ ആ സമയത്ത് തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് എന്നെ നിർബന്ധിച്ചു, സാറേ എനിക്ക് കൂടണം, എനിക്കൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ആകപ്പാടെ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് മൈൻഡ്ഫുൾനെസ് പഠിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെയും നിർബന്ധം, ഈ 2 പേരുടെയും നിർബന്ധം കൊണ്ട് ഞാൻ ഓൺലൈനിൽ ക്ലാസ്സുകൾ ആദ്യം ആരംഭിച്ചു. അവര് 2 പേരും, ഈ 2 ആളുകളുടെയും നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞു. അവര് 2-3 ക്ലാസ്സുകളാണ് ആകെ അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരിക്കൽ പോലും വന്നിട്ടില്ല. വരാത്തതിനെ കുറിച്ച് ഞാൻ കുറ്റം പറയുന്നില്ല, അവര് മോശമായി, ഞാൻ ഒരു വിധത്തിലുള്ള മുൻവിധികളും അല്ലെങ്കിൽ ജഡ്ജ്മെന്റും കൂടാതെ ഞാൻ പറയുകയാണ്, നമ്മൾ പലപ്പോഴും ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ നമുക്കതിനുള്ള എനർജി ഇല്ലാതെ പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റുകൾ നമ്മളെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നു. നല്ല ഡിറ്റർമിനേഷനോട് കൂടിയാണ് അവർ ചിലപ്പോൾ വരുന്നത്, നമ്മൾ ഓരോരുത്തരും അതെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ വ്യക്തികൾ നമ്മളുടെ തന്നെ സ്വഭാവ രീതിയുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രതീകങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ആഗ്രഹം വളരെ വലുതാണ്, ഇത് ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയും, പക്ഷേ ആ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ പോകുന്നു. ഇതുപോലെ തന്നെയാണ് വർഷാരംഭത്തിൽ അല്ലെങ്കിൽ മറ്റു പല സന്ദർഭങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഞാനിങ്ങനെ എൻ്റെ ഒരു ഹാബിറ്റ് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും, ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് എടുക്കുന്നു. പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ നമ്മൾ 1-2 ആഴ്ച മാക്സിമം, അല്ലെങ്കിൽ 3 ആഴ്ചത്തോളം ഉണ്ട്. അതാണ് ഈ നമ്മളുടെ റെസൊല്യൂഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ജനുവരി 17-ാം തീയതി ലോക കുഴിച്ചുമൂടുക, അതായത് നമ്മളുടെ റെസൊല്യൂഷനെ കുഴിച്ചുമൂടുന്ന ദിവസമായിട്ട്. ജനുവരി 1-ന് തുടങ്ങി ജനുവരി 17 ആകുമ്പോഴേക്കും, ദാറ്റ് മീൻസ് 2 ആഴ്ചയോടുകൂടി നമ്മളുടെ സർവ്വ ഊർജവും തീർന്ന് നമ്മൾ പഴയ ഹാബിറ്റിലേക്ക് പോകുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ ഹാബിറ്റിനെ കുറിച്ചുള്ളത്. ഞാൻ ഇന്ന് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഈ വരുന്ന 5-8 ആഴ്ചകളിൽ ഞാൻ ഹാബിറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന സാധാരണഗതിയിൽ ഒരു ഹാബിറ്റ് പറയുമ്പോൾ നമ്മൾ ഗുഡ് ഹാബിറ്റ്, ബാഡ് ഹാബിറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ പുകവലി, മദ്യപാനം, ചൂതാട്ടം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ
ഈ ഹാബിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും ആർക്കും അറിയത്തില്ലെന്നല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും നമ്മുടെ ആ ഇമോഷണൽ ഹാബിറ്റിനെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് ഈ വരുന്ന ആഴ്ചകളിൽ ഞാൻ സംസാരിക്കുന്നത്. ഇമോഷണൽ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ അറിയുന്നില്ല. ഈ ഇമോഷണൽ ഹാബിറ്റിന് ഒരു എനർജി കിട്ടുന്നുണ്ട്. അതാണ് ഹാബിറ്റ് എനർജി എന്ന് പറയുന്നത്. അത് വളരെ ശക്തമാണ്. എന്താണ് എന്താണ് ഹാബിറ്റ്, എന്താണ് ഇമോഷണൽ ഹാബിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറിയാതെ നമ്മളുടെ ബ്രെയിനിൽ നിന്നും നമ്മളുടെ മനസ്സിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ ചിന്തകളും മെന്റൽ ചാറ്ററിങ് ഇതുപോലുള്ള കാര്യങ്ങൾ കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊന്ന് ഒരു ബോധ്യപ്പെടണം നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. അല്ലെങ്കിൽ അവിടെ ഒരു മാറ്റം വരാതെ നമ്മൾ എന്തെങ്കിലും ഒരു വിധത്തിൽ, ഈവൻ മദ്യപാനമാകട്ടെ, പുകവലിയാകട്ടെ, മറ്റു നമ്മൾ ഈ കാണുന്ന ബാഡ് ഹാബിറ്റ്സ് നമ്മൾ പറയുന്നത് നമുക്ക് നിർത്താൻ സാധിക്കില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള നിങ്ങൾക്കും എനിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മൾ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള ആ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഉണ്ട്, തോട്ട്സ് ഉണ്ട്. നമുക്കത് നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അതിനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഇതിങ്ങളെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ അറിയാതെ പോകുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ ആങ്ഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് പഴയ ഭൂതകാല അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കോപം, നീരസം, ഫ്രസ്ട്രേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അതൊരു പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ തോട്ട് പാറ്റേൺസ് ആണ്, അല്ലെങ്കിൽ ഇമോഷൻസ് ആണ്, പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമോഷൻസ് ആണ്. ഇത് നമുക്ക് ഒത്തിരി ഊർജം നമ്മുടെ എടുത്ത് കളയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ, നമ്മളുടെ അവബോധമില്ലാതെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു എന്താണ് കൂടുതലായിട്ടുള്ള അറിവ് നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ വാട്ട് ഈസ് എ ഹാബിറ്റ് എല്ലാവർക്കും അറിയാം. ഹൗ വി ഫോം എ ഹാബിറ്റ്, ഹൗ എനർജി ഇൻഫ്ലുവൻസസ് അവർ ഡെയിലി ലൈഫ്, the neuroscience behind habit formation and common problems and mindfulness and emotional habits. എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് കൂടുതലായിട്ടുള്ള ഈ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, ഹാബിറ്റ് എന്ന് പറയുന്നത് എ ഹാബിറ്റ് ഈസ് എ ബിഹേവിയർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് സെറ്റ് ഓഫ് ആക്ഷൻസ് ദാറ്റ് അറൈസ് ഫ്രം ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ട്രിഗേഴ്സ്. ഏതെങ്കിലും തരത്തിലുള്ള ഇന്റേണൽ ആയിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രിഗേഴ്സ് കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസിനെയാണ് നമ്മളൊരു ഹാബിറ്റ് ആണെന്ന് പറയുന്നത്. അത് ചിലപ്പം എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ നമുക്ക് പുകവലിയെന്നോ മദ്യപാനമെന്നോ അല്ലെങ്കിൽ ചൂതാട്ടം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഓർക്കാം. പക്ഷേ ഇമോഷണൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒട്ടനവധി അല്ലെങ്കിൽ ഇമോഷണൽ ഹാബിറ്റ്സ് നമ്മളിലുണ്ട്. അത് നമ്മൾ ഇഗ്നോർ ചെയ്യപ്പെടുന്നു. അതാണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി, മാനസിക ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ബാക്കിയുമായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഏതെങ്കിലും ഒരു സ്വഭാവ രീതിയാണ്. ഇത് നമ്മളുടെ മനസ്സിൽ ഗാഠമായ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. ഓക്കെ, ഹൗ വി ഫോം എ ഹാബിറ്റ്. നമ്മൾ എങ്ങനെയാണ് ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നത്? ആദ്യമായിട്ട് എന്ന് വെച്ചാൽ മനുഷ്യരെ ഇങ്ങനെ വരുന്നത് ഹാബിറ്റ് ആയിട്ടല്ല ജനിക്കുന്നത്, അല്ലെ? മൃഗങ്ങളെ സംബന്ധിച്ച് അവരുടെ ആ ഉപജീവനത്തിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് വിശപ്പ് വരുമ്പോൾ അവർ ഭക്ഷണം തേടുന്നു, ദാഹം വരുമ്പോൾ കുടിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് എന്താണ് സെക്ഷൽ ആയിട്ടുള്ള ഡ്രൈവ് ഉണ്ടാകുമ്പോൾ അവർ ഇണചേരുന്നു. എല്ലാ മൃഗങ്ങൾക്കും എപ്പോഴും ഇണചേരാനും സാധിക്കുന്നില്ല. നിങ്ങൾ ഈ ഡിസ്കവറി ചാനലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മൃഗങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ എനിവേ, അപ്പൊ അതൊരു എന്താണ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ലിമിറ്റഡ് ആയിട്ടുള്ളതേ ഉള്ളൂ. അത് ഡ്രൈവ് എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ലൊക്കേഷൻ ആൻഡ് എ ടൈം. നമുക്കൊരു ഹാബിറ്റ് ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. പലപ്പോഴും പലതരത്തിലുള്ള, ഇപ്പൊ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ അവരുടേതായിട്ടുള്ള അതേ ഹാബിറ്റ് ചിലപ്പോൾ ഒരുപക്ഷെ ദുബായിലോ യൂറോപ്പിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലല്ല. അവർ കുറച്ചൊക്കെ അതിന്റെ ആ കാലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് ചില ഹാബിറ്റുകൾ മാറ്റും. ഭക്ഷണ രീതിയിൽ മാത്രമല്ല, അവരുടെ എടുപ്പിലും നടപ്പിലും എല്ലാം മാറിക്കൊണ്ടിരിക്കും. സോ ലൊക്കേഷൻ അല്ലെങ്കിൽ ടൈം, അതിന്റെ ആ സ്പേസിന്റെ ആ ഇതുണ്ട്. ഡേയോ എന്താണ് ലൊക്കേഷൻ, ടൈം, അല്ലെങ്കിൽ ഡേ, അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റാറ്റസ് ഒക്കെ അനുസരിച്ച് ഹാബിറ്റ് ഉണ്ടാകാം.
ദെൻ തോട്ട്, ബിലീഫ്സ് ആൻഡ് അതർ പീപ്പിൾ, മറ്റുള്ളവർ നമ്മളിലേക്ക് കൊടുക്കുന്നു, നമ്മളിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഇത്, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാരണങ്ങളിലൂടെ നമുക്ക് ഒത്തിരി ഹാബിറ്റുകൾ നമുക്ക് ഫോം ചെയ്യാൻ സമൂഹം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് എ ക്യൂ അല്ലെങ്കിൽ എ ട്രിഗർ നമുക്ക് ആവശ്യമുണ്ട്. അത് ഇന്റേണൽ ആകാം, ഈ എക്സ്റ്റേണൽ ആകാം. അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി നമുക്കൊരു ക്രേവിംഗ് ഉണ്ടാകുന്നു, അത് ചെയ്യണമെന്ന് നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്നു. അത് ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് ആയിട്ട് വരുന്നു. അവിടെ ഒരു എനർജി നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. ആ എനർജി എന്ത് ചെയ്യുന്നു, അതിനൊരു റെസ്പോൺസ് കൊടുക്കും നമ്മൾ. ആ റെസ്പോൺസ് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആകുമ്പോഴാണ് നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് നമ്മളിലേക്ക് വരുന്നത്. ആ ഹാബിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാരണം റിവാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഒരു കാര്യം നമ്മൾ നമ്മുടെ ചിന്തയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ കൂട്ടുകാരാരെങ്കിലും ഒക്കെ പുകവലിക്കുന്നവരുണ്ടെങ്കിൽ അവർ നമ്മളെ നിർബന്ധിക്കും, ഒരു വീഡിയോ നമുക്ക് തരുമായിരിക്കും. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇപ്പൊ സിഗരറ്റായിരിക്കും. അപ്പൊ അവര് പറയും, ഒന്ന് ഒന്ന് വലിച്ചു നോക്കാൻ പറയും. അല്ലെങ്കിൽ എന്താണ്, അവര് അപ്പം ആൺകുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും പറയും, ഇത് നിനക്ക് നമ്മളൊക്കെ വളരുകയല്ലേ, മീശയൊക്കെ വെച്ച് വരുന്നേ ഉള്ളൂ, അപ്പൊ ആ സമയത്ത് നമ്മളത് വലിക്കുന്നത് നല്ലതാണ്, ഇതൊരു പുരുഷത്വത്തിന്റെ, നീ പുരുഷനായില്ലെങ്കിലും പുരുഷത്വത്തിന്റെ ഒരു ലക്ഷണമാണെന്നായിരിക്കും പറയുന്നത്. അപ്പൊ ഒരു ക്യൂ അല്ലെങ്കിൽ ട്രിഗർ നമുക്ക് കിട്ടുന്നു. ഇതുപോലെ അതിനുശേഷം നമ്മൾ ഒന്ന് വലിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് വലിക്കുന്നു, നമുക്കൊരു ക്രേവിംഗ് ഉണ്ടാകുന്നു. പിന്നീട് അത് റെസ്പോൺസ്, അതിന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. കാരണം കൂട്ടുകുടുംബം, മദ്യപാനം, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളിലും ഇതുപോലെ തന്നെ നമ്മുടെ ചിന്തയിലും ഇമോഷണൽ ആയിട്ടുള്ളത് ഉണ്ടാകും. അപ്പൊ നമുക്കൊരു ഒരു ട്രിഗർ ഉണ്ട്. അതുപോലെ നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ക്രേവിങ്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അതുപോലെ ഒരു ആക്ച്വൽ ഹാബിറ്റ് ആയിട്ട് അതിനുള്ള ഒരു റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നു, അതിനൊരു റിവാർഡ് നമ്മളിൽ ഉണ്ടാകുന്നു. ദെൻ അടുത്തത്, നമ്മളുടെ ഹാബിറ്റിന്റെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇമോഷണൽ ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. ഇന്നും വരുന്ന ദിവസങ്ങളിലും പറയുന്നത് ഞാൻ പറഞ്ഞു. അതിന് ഒരു മെന്റൽ ഫോർമേഷൻസ് എന്ന് നമ്മൾ പറയും. അത് കൂടുതലായിട്ട് ഈ മെന്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ബുദ്ധിസത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ടെർമിനോളജിയാണ്. അതായത് നമ്മളുടെ മാനസികമായിട്ടുള്ള എന്താണ് സംവേദനങ്ങൾ എന്ന് പറയാം. മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായ സംവേദനങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ 51 മെന്റൽ ഫോർമേഷൻസ് നമ്മളുടെ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അതിന്റെ 51 ഇതിന്റെ കുറിച്ചുള്ള, അല്ലെങ്കിൽ മെന്റൽ ഫോർമേഷൻസിന്റെ ഒരു PDF ഫയൽ ഞാൻ അയച്ചു തരാം. ഇപ്പൊ ഉദാഹരണമായിട്ട് മെന്റൽ ഫോർമേഷൻസ് ഞാൻ പറഞ്ഞ 51 ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ എനിമിറ്റി, ആങ്കർ, അവേർഷൻ, ഇൽ വിൽ, റേജ്, റിസെന്റ്മെന്റ്, മെന്റൽ റെസ്റ്റ്ലെസ്നെസ്, ഇതെല്ലാം അതിന്റെ ഒരു ഉദാഹരണങ്ങളാണ്. നമ്മളുടെ ആ മെന്റൽ ഫോർമേഷൻസിന്റെ ഇതാണ്. കാരണം അത് മെന്റൽ ഫോർമേഷൻസ് എങ്ങനെയുണ്ടാകുന്നു, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന്, ട്രോമാറ്റിക് ആയിട്ട് അനേക കാരണങ്ങളുണ്ട് ഒരു മെന്റൽ ഫോർമേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കൂടുതലായിട്ടും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന ആ എക്സ്പീരിയൻസസിൽ നിന്നാണ് ആ ആക്ഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അതിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ലൂപ്പ്, അല്ലെങ്കിൽ എന്താണ് ഹാബിറ്റ് ലൂപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതും നമ്മളുടെ ഹാബിറ്റ് ഫോർമേഷനും തമ്മിൽ വളരെ ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിൽ സൈക്കോളജിയിൽ നമ്മൾ പറയുന്നുണ്ട്. എങ്കിലും ട്രിഗർ എന്ന് പറയുന്നത്, അതായത് ഇമോഷണൽ ഹാബിറ്റിന്റെ ട്രിഗർ എന്ന് പറയുന്നത് അൺപ്ലസന്റ് തോട്ട്സ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് അസഹ്യമായി തോന്നുന്ന ഇതില്ലേ, അത് ചില ആളുകൾ മനസ്സിൽ അത് ഉറക്കെ പറയുന്നില്ലെങ്കിലും ചിലരത്, നമ്മളൊക്കെ പൊതു സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളില്ലേ, ഞാൻ പറഞ്ഞ, അതായത് അവരറിയാതെ തന്നെ ഇങ്ങനെ എപ്പോഴും പറയുന്ന എന്താണ്, നമ്മളതിനെ സാധാരണ മാനസിക രോഗികൾ എന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ലാതെ ആ ഒരു സ്റ്റേജിൽ എത്താത്ത ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. എന്താണ്, അൺപ്ലസന്റ് തോട്ട്സ് ഉണ്ടാകും. അത് ഏത് തരത്തിലുള്ള ആയിക്കോട്ടെ, ഞാൻ പറയുന്നു, ഈ 51 മെന്റൽ ഫോർമേഷൻസിന്റെ ഏതെങ്കിലും, അല്ലെങ്കിൽ ഒന്നിലധികം അൺപ്ലസന്റ് ആയിട്ടുള്ള തോട്ട്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിലേക്ക് വരും. കാരണം നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു, ആ തോട്ട്സ് ഒരു ബിഹേവിയർ ആയിട്ട് വരും. ദാറ്റ് മീൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപക്ഷെ അറിയില്ല. അതാണ് ഇമോഷണൽ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ആ ഹാബിറ്റ്സ് എന്ന് ഞാൻ പറയുന്നത്. നെഗറ്റീവ് റിയാക്ഷൻസ് അതിൽ നിന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സ്വഭാവ രീതിയിൽ, പ്രത്യേകിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന ആളുകൾ പെട്ടെന്ന് വരുമ്പോഴേക്കും അവർ പൊട്ടിത്തെറിക്കുന്നു. അത് വീട്ടിലാകാം, ഭാര്യ ഭർത്താവിനോടാകാം, ഭർത്താവ് ഭാര്യയോടാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലാകാം. ചില ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഉണ്ടാകും, ചില പോലീസുകാർ അങ്ങനെ ഉണ്ടാകും,
ഇല്ലേ? അത് അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ആൾക്കാരുണ്ടാകും. അപ്പൊ ഒരു അവരറിയുന്നില്ല. അവരറിയാതെ തന്നെ അൺകോൺഷ്യസ് ആയിട്ട് അവരിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് റിയാക്ഷൻസ് വരും. ദെൻ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താണ് റിവാർഡും അവർക്ക് കിട്ടുന്നുണ്ടാകും. ചിലപ്പോൾ അത് പെയിൻഫുൾ ആയിരിക്കും. ചിലപ്പം പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ അവനിട്ട് 2 എണ്ണം കൊടുത്തു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതൊരു റിവാർഡ് ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും. അത് വേറെ കാര്യം. ഓക്കെ. അപ്പം ഈ ട്രിഗർ എപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് എപ്പോഴും ഒരു ലൂപ്പിലായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ വാട്ട് ഈസ് എ ഹാബിറ്റ് എനർജി എന്ന് പറയുന്നത് ഇതാണ്, ശീല ഊർജം. ഞാൻ ഇതേക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു, സാബു സാറിന് കൊടുത്തു. നിങ്ങൾ ഒരുപക്ഷേ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അത് ഞാൻ ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ പോസ്റ്റ് ചെയ്യാം. ആദ്യമായിട്ട് വരുന്നവർ അല്ലെങ്കിൽ പുതുതായിട്ട് ഇതേക്കുറിച്ച് കേൾക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഹാബിറ്റ് എനർജിയെ പറ്റി മലയാളത്തിൽ ഒരു ലേഖനം ഞാൻ എഴുതി, ചെറിയൊരു ലേഖനം. അത് ഒന്നുകൂടി ഞാൻ പോസ്റ്റ് ചെയ്യാം ഇത് ക്ലാസ് കഴിയുമ്പോൾ. ഹാബിറ്റ് എനർജി എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് അല്ലെങ്കിൽ അവബോധമില്ലാതെ അവബോധം മനസ്സിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് പതിവായിട്ടുണ്ടാകുന്ന ചിന്തകള് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരുന്നതാണ്. അതുകൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ആ സ്വഭാവം അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് അതുപോലെ തന്നെ ഇതൊരു ഊർജമായിട്ട് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കുന്നു. അപ്പൊ അനുദിന ജീവിതത്തില് നമുക്കുണ്ടാകുന്ന ആ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മളുടെ പെരുമാറ്റ രീതികൾ, അത് ബാഹ്യമായ പെരുമാറ്റങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നമ്മളെപ്പോഴും ചിന്തിച്ച് അങ്ങനെയാണല്ലോ, നമ്മൾ മൈൻഡ്ഫുൾ അല്ലാതെ ചിന്തിച്ച് നടക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ്, അതിനുണ്ടാകുന്ന ആ എനർജി എന്ന് പറയുന്നതാണ്. ഓക്കെ. ഇത് ഒരു നിശ്ചിത കാലം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു അനുഭവം, ഒരു കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ആ ഒരു അനുഭവം നമുക്ക് ആ ഒരു അനുഭവത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോഴേക്കും ആ ചിന്ത നമ്മളിൽ എന്താണ് വളരെ ആഴത്തിൽ വേരൂന്നും. ഈ ആഴത്തിൽ ഊന്നുന്നത് കൊണ്ട് ആ ചിന്ത നമ്മളുടെ സ്വഭാവ രീതിയായിട്ട് വരും. പക്ഷെ നമ്മളത് അറിയുന്നില്ല. അത് നമ്മളുടെ അൺകോൺഷ്യസിൽ നിന്ന് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രിഗർ ഉണ്ടാകുമ്പോൾ. ഇപ്പം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു അധ്യാപകൻ നമ്മളെ അടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെയൊക്കെ പ്രായത്തില് എന്റെയും റോയ് സാറിന്റെയും ഉലകന്നൻ സാറിന്റെ ഒക്കെ പ്രായത്തിൽ അടിക്കുന്ന അധ്യാപകരുണ്ടെങ്കില് ആ ഒരു അധ്യാപകന്റെ ആ പെരുമാറ്റം, ആ ചിലപ്പോൾ മുഖഭാവം അല്ലെങ്കിൽ ആ ബോഡിലി എക്സ്പ്രഷൻസ് ഒക്കെ ഉള്ള വേറൊരാളെ ഒരു 50 കൊല്ലം കഴിഞ്ഞ് നമ്മൾ കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അവരോട് ഒരു അവേർഷൻ ഉണ്ടാകും. ഇല്ലേ? ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാകും. ശരിയല്ലേ? ശരിയല്ലേ റോയ് സാറേ? അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ രീതിയിലാണ് നമ്മൾ ഓരോ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? നമുക്കതൊരു ട്രിഗർ ഉണ്ടാകുന്നത് കൊണ്ടാണത്. അതേസമയം വേറൊരാള് നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറിയിട്ടുള്ള വേറൊരു അധ്യാപകന്റെയോ അധ്യാപികയുടെ മുഖമല്ലോ അല്ലെങ്കിൽ അതുപോലുള്ള ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് അറിയാതെ തന്നെ നമുക്ക് അവരോട് ഇങ്ങനെയുള്ള ആ വ്യക്തികളോട് ഇഷ്ടവും തോന്നും. നമ്മൾ ആദ്യം ജീവിതത്തിൽ കാണുന്നതായിരിക്കും. ഓക്കെ. നമ്മളുടെ ന്യൂറോ സയൻസ് എന്താണ്? ന്യൂറോ സയൻസ് ഓഫ് ഹാബിറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. കാരണം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ലളിതമായിട്ട് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ. അതായത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ അവബോധ മനസ്സെന്ന് പറയുന്നത്, അതിന് നമുക്ക് ആകെയുള്ള നമ്മളുടെ മനസ്സിന്റെ 10% മാത്രമേ നമുക്ക് അതിലേക്കുള്ള ആക്സസിബിലിറ്റി ഉള്ളൂ. നമ്മളുടെ ഓർമ്മ, നമ്മളുടെ പെരുമാറ്റ രീതികൾ, നമ്മുടെ അവധാനപൂർവമായ ചിന്തകള്, പെരുമാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള അത് വെറും നമ്മളുടെ മൈൻഡിന്റെ 10% നമുക്ക് പെട്ടെന്ന് നമുക്ക് ആക്സസിബിലിറ്റി ഉള്ളൂ. അതേസമയം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് 50 മുതൽ 60% വരെയുണ്ട്. കാരണം നമ്മൾക്ക് അനുദിന ജീവിതത്തിൽ ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടാത്തതോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇത് കഴിയുമ്പോഴേക്കും നമുക്കറിയാം, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നില്ലാത്ത ഒരു ഇൻഫർമേഷൻ പുറകോട്ട് തള്ളപ്പെടുന്നു. അത് ഏത് തരത്തിലുള്ള ഇതുമാകാം, നമ്മളുടെ എക്സ്പീരിയൻസുകളെല്ലാം. അപ്പൊ അങ്ങനെയുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു. ദെൻ 30 മുതൽ 40% വരെ അൺകോൺഷ്യസ് മൈൻഡിലേക്കും പോകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 10%-ൽ നമ്മൾ ബോധപൂർവം നമ്മൾ ചിന്തിക്കുകയും നമ്മൾ അറിയുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് പക്ഷെ നമ്മൾക്ക് 90% നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോ അൺകോൺഷ്യസ് മൈൻഡിലോ നമ്മളുടെ എക്സ്പീരിയൻസുകൾ, ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾക്കൊരു ഇൻഫർമേഷൻ വേണം, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ 10%-ൽ നിന്ന് അല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം അറിയുകയോ കേൾക്കുകയോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്
ഇതിനെ പെട്ടെന്ന് ബ്രെയിൻ എപ്പോഴും ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കും. അതായത് നമുക്കൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ളതുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് സബ് കോൺഷ്യസിലോ അൺകോൺഷ്യസിലോ ആയിരിക്കും. അപ്പൊ ബ്രെയിൻ ഇത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൽ സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെ അല്ലെങ്കിൽ ട്രിഗേഴ്സ് ഉണ്ടാകുമ്പോൾ ബ്രെയിൻ പെട്ടെന്ന് ഷോർട്ട് കട്ട് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസിലോ അൺകോൺഷ്യസിലേക്കോ ആണ് റെഫർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഇത് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ മേലാത്ത രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദി ന്യൂറോ സയൻസ് ഒരിക്കൽ കൂടി പറയാം ഞാനത്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഓൾ മെന്റൽ പ്രോസസ് ദാറ്റ് വിച്ച് വി ആർ അവെയർ. നമുക്കറിയാം, നമുക്ക് ഈ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് അറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ്, ദാഹം, അല്ലെങ്കിൽ നമ്മളുടെ മൂവ്മെന്റ്സ്, അതിന് ബോഡി ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഹാബിറ്റ്സ് നമുക്കുണ്ട്. അതെല്ലാം നമ്മൾ ഇപ്പൊ നടക്കുന്നത്, എടുക്കുന്നത്, ഇരിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ളതെല്ലാം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കോൺഷ്യസ് മൈൻഡിലുണ്ട്. അത് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ളത് ഓൾ മെന്റൽ പ്രോസസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ അവെയർ ബട്ട് ക്യാൻ ഈസിലി ബി ബ്രോട്ട് ടു ദി കോൺഷ്യസ്. അവർക്ക് ഏകദേശം ഉപബോധ മനസ്സിൽ നമുക്ക് അറിയാം, പക്ഷെ നമുക്കത് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ളതുപോലെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഉള്ളതുപോലെ അത് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ആക്സസബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളുണ്ട്. കാരണം അത് നമ്മളുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി തത്വം അനുസരിച്ച് അത് ഉപയോഗിക്കാത്തത് കൊണ്ട് അത് പുറന്തള്ളപ്പെട്ടു എന്നല്ല, പുറത്തേക്ക് കളഞ്ഞെന്നല്ല, അത് വേറൊരു സ്റ്റോർ റൂമിലേക്ക് മാറ്റി എന്നർത്ഥം. ഇനി നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എല്ലാം ഉണ്ട്. അതായത് മെന്റൽ പ്രോസസ് വിച്ച് ഇൻഅക്സസബിൾ ആണ് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിന്. പ്ലസ് അതിനൊരു ലിങ്ക് ഉണ്ടായിരിക്കും. ഒന്ന് നമ്മൾക്ക് കിട്ടുന്നില്ല, നമുക്ക് ഇൻഅക്സസബിൾ ആണ് നോർമൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്. പ്ലസ് എ ലിങ്ക്, അതായത് നമ്മളുടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. ആ സ്റ്റോർ റൂം എന്ന് പറയുന്ന റിപ്പോസിറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റോർ റൂം പോലെയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അത്. ആ ഡേറ്റയിലേക്ക് നമുക്കൊരു ലിങ്കും ഉണ്ടായിരിക്കും. ഈ ലിങ്ക് ആണ് അൺകോൺഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ പെട്ടെന്നുള്ള ആ പെരുമാറ്റത്തിൽ നമ്മൾ പുറത്തേക്ക് വരികയും നമ്മൾ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇൻഫർമേഷൻ ആൻഡ് നോളജ് ഫ്രം ദ പാസ്റ്റ്. അൺകോൺഷ്യസിനകത്ത് പാസ്റ്റിൽ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഉണ്ട്. കാൾ ഗുസ്താവ് യുങ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഫ്രോയിഡിന് ശേഷം അതിനുശേഷം തൊട്ടടുത്ത സമയത്ത് തന്നെ ഫ്രോയിഡിന്റെ കൂട്ടുകാരൻ, അതുപോലെ ഏകദേശം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം അതിന്റെ അഭിപ്രായത്തില് മനുഷ്യവംശം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനായിട്ട് രൂപമെടുത്ത ആ എവല്യൂഷണറി അല്ല, അതിനു മുൻപ് വെജിറ്റേറ്റീവ്, ആനിമൽ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതിൽ നിന്ന് പോലും ഉണ്ടായിരുന്ന ആ അൺകോൺഷ്യസിന്റെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പൊട്ടൻസി നമ്മളിൽ എല്ലാവരിലും ഉണ്ട് എന്നാ പറയുന്നത്. കാരണം അത് എല്ലാവരിലേക്കും ഇത് ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മക്കളിലേക്ക് കൊടുക്കുന്നു, അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വന്നു. അങ്ങനെ മില്യൺ കണക്കിന് ഇയേഴ്സ് ആയിട്ടുള്ള ഒരു അൺകോൺഷ്യസ് മൈൻഡിന്റെ, കളക്റ്റീവ് മൈൻഡിന്റെ ഒരു ഷെയർ നമുക്ക് എല്ലാവരിലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ന്യൂറോ സയൻസ് ഞാൻ കുറച്ചുകൂടി വിശദീകരിക്കാം. സെൽഫിങ് എന്ന് പറഞ്ഞാൽ സെൽഫ് എന്നുള്ള അർത്ഥത്തിലാണ്, അത് ഡിക്ഷണറിയിലൊന്നും കാണുന്ന വാക്കല്ല. അതായത് സെൽഫിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ സെൽഫിനെ കുറിച്ച്, നമ്മളുടെ ആ സത്വം, ആ സത്വത്തിന്റെ പ്രോസസ്സ് നമ്മൾ എപ്പോഴും മൊമെന്റ് ടു മൊമെന്റ് ആണ്. നമ്മളൊരു സ്ട്രിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ മാല കോർക്കുന്ന പോലെ കഴിഞ്ഞാൽ അതിലൊരു 100 കുരുക്കൾ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് നമ്മളുടെ 100 സെക്കൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ എക്സ്പീരിയൻസുകളും നമ്മൾ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ മൊമെന്റ് ടു മൊമെന്റ് നമ്മൾ അറിയുന്നുണ്ട്. അത് ഒരുപക്ഷെ ആ എക്സ്പീരിയൻസിന്റെ മില്ലി സെക്കൻഡ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 0 അല്ലെങ്കിൽ 250 അല്ലെങ്കിൽ 500 മില്ലി സെക്കൻഡിന് ഉള്ളിൽ പോലും നമ്മൾക്ക് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ബ്രെയിൻ അറിയുന്നുണ്ട്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ ഈ സെൽഫിങ് അല്ലെ സെൽഫ് മീ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ആ സത്വത്തിന്റെ പെർസെപ്ഷൻ ഒരു ഇത് വരുന്നുണ്ട്. നമ്മൾ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ പെർസീവ് ചെയ്യുന്നുണ്ട്. അത് സെൻസറി അവയർനെസ്സിൽ നിന്നാണ് കൂടുതലായിട്ട് വരുന്നത്, നമുക്കുണ്ടാകുന്നത്. അതിനെ നമ്മളുടെ ഈഗോ ഉപയോഗിച്ച് നമ്മളൊരു സെൽഫ് റെഫറൻഷ്യാലിറ്റി കൊടുത്ത് നമ്മൾ എപ്പോഴും അതിനെ നിരന്തരം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരേ അനുഭവം തന്നെ, നിങ്ങളിപ്പം ഉദാഹരണമായിട്ട് നമ്മൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ
നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ വീട്ടിൽ നിന്ന് കാണുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ ആ സമയത്തും ന്യൂസ് ഒന്നും വേണമെന്നില്ല, ടി വി കാണുമ്പോഴും അവിടെ ഉണ്ടാകുന്ന ഓരോ സീനിനെ കുറിച്ചും നിങ്ങൾ 4 പേര് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആ 4 പേരിലും ഉണ്ടാകുന്ന ആ ഇംപ്രഷൻസ് അല്ലെങ്കിൽ ഇവാലുവേഷനോ എക്സ്പീരിയൻസ് ചിന്തകൾ ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് നമ്മളുടെ ആ യുണീക്ക് ആയിട്ടുള്ള നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോ സെൻസറി പെർസെപ്ഷൻസ് വരുമ്പോഴേക്കും അത് ചിലരെ സംബന്ധിച്ച് അത് പെട്ടെന്ന് വരും, ചിലപ്പോൾ അത് വരാതെ പോകും, ഇത് പതിയാതെ പോകും നമ്മളുടെ ഇതിനകത്ത്. പക്ഷേ എവരി സെൻസറി പെർസെപ്ഷൻ ബ്രെയിൻ അറിയുന്നുണ്ട്. പക്ഷെ നമുക്ക് ബ്രെയിനിനെ ഓവർകം ചെയ്യാവുന്ന ഒന്നുണ്ട്. നമ്മൾ മൈൻഡ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ അതിനെ അറിയുക മാത്രം ചെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥ വരുന്നാല്, അതുകൊണ്ടാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന്റെ സമയത്ത് പറയുന്നത് ജസ്റ്റ് അവെയർ. അതവിടെ സംഭവിക്കുന്നുണ്ടെന്ന് ബ്രെയിൻ അറിയുന്നുണ്ട്. ബ്രെയിനിനെ ചീറ്റ് ചെയ്യാൻ പറ്റിയല്ല. പക്ഷെ നമ്മൾ അതിനെ ഒന്നുകൂടി നമ്മൾ അതിലേക്ക് നമ്മൾ ആ ചിന്തയെ അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ പൂർണ്ണമായി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ചിന്തകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. നമ്മളുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ ഡേറ്റ സേവ് ചെയ്യപ്പെടുന്നത് പോലെ അത് ചെയ്യും. അതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മൈൻഡ്ഫുൾനെസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ വരുന്നു, നമ്മൾ അറിയുന്നു, നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്വായത്തമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോകും. ഓക്കെ, ദെൻ വാട്ട് ഈസ് അവയർനെസ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ അവയർനെസ്സിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ അടുത്തതാണ് നമ്മൾ അവയർനെസ് വഴിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുകയും അത് നമ്മളുടെ മനസ്സ് അറിയുന്നു അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അറിയുന്നു, അതേക്കുറിച്ചുള്ള ഇവാലുവേഷൻ നടക്കുന്നു. അവയർനെസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 4 അവയർനെസ് ആണ് നമുക്കുള്ളത്. ഒന്ന് എൻവയൺമെന്റൽ, ദാറ്റ് മീൻസ് നമ്മളുടെ ബോഡി, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളാകാം. അത് വേറൊരു അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം കേട്ട് കഴിയുമ്പോഴേക്കും നമ്മളുടെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ അവതരിപ്പിക്കും, ഇല്ലേ? നമുക്ക് ഏതെങ്കിലും സന്തോഷകരമായ ഒരു കാര്യം കേൾക്കുകയാണെങ്കിൽ നമ്മൾ ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള നമുക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടാകും. ദുഃഖം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും. അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഇമോഷണൽ ട്രിഗർ ഉണ്ടെങ്കിൽ അതും നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ വരുന്നു. അത് നമ്മുടെ എൻവയൺമെന്റിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. മറ്റൊന്ന് ഇമോഷണൽ ആയിട്ടുള്ള അവയർനെസ് ഉണ്ട്. അത് നമുക്കുണ്ടാകുന്ന എന്താണ്, നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ അത് അവോയ്ഡ് ചെയ്യും. നമ്മളുടെ റിയാക്റ്റീവ്നെസ്, കൊച്ചുകുട്ടികൾ അങ്ങനെയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ചില കുട്ടികൾ അത് അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ആ മെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള അത് അവർ പ്രകടിപ്പിച്ചെന്ന് വരികയില്ല. കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴേക്കും ചില മാതാപിതാക്കളുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ചെന്ന് വരികയില്ല. അടുത്തത് ജഡ്ജിമെന്റൽ ആണ്, ഓവർകമ്മിങ് ബയസസ്. അതായത് നമ്മൾക്ക് എപ്പോഴും മനുഷ്യൻ ജനിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പ്രായമായി വരുന്ന നമുക്കൊരിക്കലും ഒരു ബയസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഭയം, ബയസ്, ഇങ്ങനെയുള്ള പല മനുഷ്യന്റെ പല വികാരങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? പക്ഷെ നമുക്ക് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് ചെയ്യാം. അതേസമയം ജഡ്ജിമെന്റൽ എന്ന് പറയുന്നത്, ജഡ്ജിമെന്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞ ഇവാലുവേഷൻ, നമുക്കുണ്ടാകുന്ന എല്ലാത്തിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ഓർ ഐ ലൈക്ക് ഇറ്റ്, അല്ലെങ്കിൽ പിന്നെ ന്യൂട്രൽ ആണ്, ഐ ഡോണ്ട് കെയർ, അല്ലെങ്കിൽ എനിക്കത് വിഷയമല്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ജഡ്ജ്മെന്റൽ. ദെൻ ഇൻഗ്രെയിൻഡ് തോട്ട്സ് പാറ്റേൺസ്, നമ്മളിൽ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ളതുണ്ട്. അതാണ് നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മളുടെ പെർസ്പെക്റ്റീവ്സ്, നമ്മളുടെ വ്യൂസ്, നമ്മുടെ ലൈക്സ്, ഡിസ്ലൈക്സ്, നമ്മളുടെ മതങ്ങളിൽ നിന്ന്, നമ്മുടെ സംസ്കാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മളുടെ ആ ബിലീഫ്സ്, അല്ലെങ്കിൽ നമ്മളുടെ തോട്ട് പാറ്റേൺസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഇങ്ങനെയുള്ളതെല്ലാം നമ്മളുടെ ഇൻഗ്രെയിൻഡ് ആണ്. അത് ഇതാണ് ഇപ്പം യുങ് പറഞ്ഞതുപോലെ, നമ്മളൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ പൊട്ടൻസി നമ്മൾ എന്താണ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ന്യൂറോ സയൻസ് ഞാൻ ഒന്നുകൂടി പറയാണ്. ദാറ്റ് മീൻസ്, ഫോർ എക്സാമ്പിൾ, ഇതൊരു ഉദാഹരണമാണ്. ഒരു ആങ്കർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഒരു ട്രിഗർ, അല്ലെങ്കിൽ ഒരു വികാരം വരുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് നമ്മൾക്ക് ഒരു ഹാബിറ്റായി മാറുന്നു എന്ന് കരുതുക. നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് പലർക്കും ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കും, തീരുമാനങ്ങൾ എടുക്കും. ഡിസംബർ 31 നമ്മൾ തീരുമാനം എടുക്കും, നാളെ തൊട്ട് ഞാൻ ആരോടും ദേഷ്യപ്പെടുകയില്ല എന്ന് വിചാരിക്കും. പക്ഷേ സാധിക്കാതെ പോകുന്നു. കാരണമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ആ ട്രിഗേഴ്സ് ഉണ്ടാകുന്നു ഒരുപക്ഷെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സെൻസേഷൻസ് ഉണ്ടാകുന്നു, ഫീലിങ്സ് ഉണ്ടാകുന്നു, തോട്ട്സ് ഉണ്ടാകുന്നു. ഇതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു നമ്മൾ? ആങ്കർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പെർസെപ്ഷൻ ഉണ്ടാകുന്നു, സെൻസറി അവയർനെസ് ഉണ്ടാകുന്നു, ഇവാലുവേഷൻ ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ
മെറ്റാ അവയർനെസ്സിലേക്ക് പോകുന്നു. എവിടെ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആങ്കർ എന്ന് പറയുന്ന ഈ നെഗറ്റീവ് വികാരത്തെ, റിപ്പീറ്റഡ് ആകുന്ന നമ്മളുടെ ഹാബിറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? മെറ്റാ അവയർനെസ്സിലൂടെ. മെറ്റാ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഈ പെർസെപ്ഷനിലോ സെൻസറി അവയർനെസ്സിലോ ഇവാലുവേഷനിലോ പെടാതെ അത് മേലായിട്ട് വരുന്ന, അല്ലെങ്കിൽ മെറ്റാ അവയർനെസ് എന്ന് പറയുന്നത് മെറ്റ എന്ന് പറയുന്നത് അതിമായിട്ടുള്ള സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യാസമാണ്. അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസൂക്ഷ്മമായിട്ടുള്ള അവബോധം എന്ന് പറയാം. അതിസൂക്ഷ്മ അവബോധം. ദാറ്റ് മീൻസ് നമ്മൾ വളരെയേറെ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് വരാൻ ഉണ്ടെങ്കിൽ നമുക്കതിനെ നമ്മളുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിലേക്ക് നമുക്ക് സേവ് ചെയ്യാതെ വിടാം. ഓക്കെ, ഇത് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും. ഇല്ല, ഇത് സാധ്യം, ഇതൊക്കെ വെറുതെ തിയറി പറയുന്ന അല്ല. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നമ്മളോട് തന്നെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ, നമ്മളോട് തന്നെ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇത് സാധ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ 2 വ്യക്തികൾ, രണ്ടല്ല എത്രയോ ആളുകൾ ഉണ്ടാകും. ഓരോ കാര്യത്തിന് വരും, നമ്മൾ ഇത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങനെ സാറിന്റെ ക്ലാസ്സിൽ വരും, അല്ലെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പ്രോമിസ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരും. ഞാൻ വരാതിരിക്കുന്നതിനെ കുറിച്ചല്ല, എന്റെ ക്ലാസ് അല്ല, ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ അനേക ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ അവർക്ക് സാധിക്കാതെ പോകുന്നതിന്റെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ്ടും ഒരു ഹാബിറ്റിലേക്ക് അവർ പോവുകയാണ്. ആ ഹാബിറ്റ് എനർജി അവരെ എന്താണ് കീഴ്പോട്ട് വലിക്കുകയാണ്, അതിൽ പെട്ടുപോവുകയാണ് അവർ അവെയർ ആകാതെ. ദെൻ അവയർനെസ് കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്, നമ്മളുടെ ഈ മെറ്റാ അവയർനെസ്സിനും അതീതമായിട്ടുള്ള ഒന്നുണ്ട്. അവയർനെസ് പ്ലസ് വിസ്ഡം എന്ന് പറയും. വിസ്ഡം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ നമ്മൾ അതിനെ എത്ര മാത്രം കാര്യമായിട്ട് കണക്കാക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു പ്രായോഗികത കൂടി വരണം, ഇല്ലേ? അറിവ് കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ അവയർനെസ് കൊണ്ട് മാത്രമല്ല, അതുമായിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾക്കും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിസ്ഡം. വിസ്ഡത്തിന് മലയാളം എന്താണെന്ന് എന്താണ്? ഓക്കെ, എനിക്കിപ്പോ വാക്ക് കിട്ടുന്നില്ല. എനിവേ, അപ്പം ആങ്കർ, ഫിയർ, സാഡ്നെസ് ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വിജ്ഞാനമായിരിക്കും, അല്ലേ? ഓക്കെ, വിസ്ഡം എന്ന് പറയുന്നത് അറിവല്ല, വിജ്ഞാനത്തിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, അടുത്തത് നമ്മളുടെ ഓട്ടോമാറ്റിക് ബിഹേവിയേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് നമുക്കുണ്ടാകുന്നതിന്, അതായത് നമ്മളുടെ ശരിക്കുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഫ്രീ ഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് നമ്മൾ വർക്ക് ചെയ്യണം. പക്ഷെ നമ്മളുടെ ബ്രെയിൻ സ്റ്റെമ്മും അതുപോലെ തന്നെ നമ്മളുടെ റെപ്റ്റീലിയൻ ബ്രെയിന്, അതുപോലെ ഇതെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്നതും നമ്മളുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസിനെ മുഴുവൻ സ്റ്റോർ ചെയ്യുന്ന നമ്മളുടെ ബ്രെയിനിന്റെ ഭാഗമാണ് ബാസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ബാസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഈ ഭാഗം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇവിടമാണ് നമ്മളുടെ ഹാബിറ്റ് ഫോർമേഷന്റെ എല്ലാത്തിൻ്റെയും, അല്ലെങ്കിൽ അതിനെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഇതിങ്ങനെ കിട്ടുന്നത് മുഴുവൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പെട്ടെന്ന് നമുക്കത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രിഗർ ഉണ്ടാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നു. ഇനി ഡാൻഡലൈൻ എന്ന് പറയുന്ന ഒരു ചെടി, നമ്മുടെ നാട്ടിൽ ഇതിനെ അപ്പൂപ്പൻ താടി എന്ന് പറയും. ഞാനിത് കുറച്ചുകൂടി നിങ്ങൾക്ക് വളരെ സുതാര്യമായിട്ട്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഈ ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ പൂ ഇതാണ്. ഇത് പൂ ഇങ്ങനെ പറന്നു പോകാൻ വേണ്ടി പ്രായമാകുന്നതാണ്. ഇല ഇതാണ്. ഇവിടെ പാശ്ചാത്യ രാജ്യങ്ങൾ എല്ലായിടത്തും വളരെ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുകളിൽ കാണുന്നതിന്റെ ഒരു 2-3 ഇരട്ടി ആഴത്തിലായിരിക്കും അതിന്റെ വേരുകൾ. അപ്പൊ നമ്മൾ പുല്ലൊക്കെ വെട്ടുമ്പോൾ നമ്മുടെ ഗാർഡനിൽ ലോൺ മൂവറൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ അത് വെട്ടിക്കളഞ്ഞാൽ, ഒരു 4-5 പ്രാവശ്യം വെട്ടിക്കളഞ്ഞു കഴിയുമ്പോഴേക്കും ആ ചെടി മനസ്സിലാക്കുന്നുണ്ട്, എന്താണ്, എനിക്കിനി ഇല വന്ന്, പൂ വന്ന്, കായ് വന്ന് അതിനെ എനിക്ക് വംശം അല്ലെങ്കിൽ അത് നിലനിർത്താൻ സാധിക്കാതെ വരും. അപ്പൊ ആ ചെടി എന്ത് ചെയ്യുമെന്നറിയാമോ? ആ ചെടി ഇലകളൊന്നുമില്ലാതെ പൂക്കാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ആ പുല്ലിന്റെ ഒപ്പം, മണ്ണിന്റെ ഒപ്പം നിന്നുകൊണ്ട് അത് പൂക്കും. കാനഡ അതുപോലുള്ള ചില രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള ചെടികളുണ്ട്. ഇവിടെയും ഉണ്ട്. ഈ പലതരത്തിലുള്ള ചെടികളും ആദ്യമേ പൂക്കുകയാണ് ചെയ്യുന്നത്. പൂവും കായും വന്ന്, അല്ലെങ്കിൽ പൂവൊക്കെ അത് വരണ്ട്, അല്ലെങ്കിൽ അതിന്റെ കാ വിരിഞ്ഞു കഴിയുമ്പോഴാണ് അതിന്റെ ഇലകൾ വരുന്നത്. അപ്പൊ എന്തിനാണ്? ആ വംശം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം, ഞാൻ എന്റെ ഗാർഡനിലുള്ള ഈ പുല്ലിന്റെ അതിനകത്ത് കാണുന്ന ഇത് കാണുമ്പോൾ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇത് പറിച്ചു കളയാൻ വേണ്ടിയിട്ട്. കാരണം 30-40 സെന്റിമീറ്റർ താഴത്തിലാണ് അതിന്റെ വേര്. ആ വേര് നമ്മൾ എവിടെ വെച്ച് മുറിച്ചാലും അത് വീണ്ടും വളർന്നു വരും. ചിലപ്പോൾ ഒരു പക്ഷേ അത് 2, 3, 4
ഇതായിട്ടാണ് മറ്റെന്താണ് എന്താണ് ചെടികളായിട്ടാണ് വരുന്നത്. ഒരു വേരിന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രാവശ്യം കഴിയുമ്പോഴേക്കും അത് 3-4 ചെടികളായിട്ട് വളർന്നു വരും. അപ്പൊ ഇത് ഞാൻ കാണുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും തോന്നി ഇത് തന്നെയാണ് നമ്മുടെ ഹാബിറ്റിന്റെ ഒരു ഇതെന്ന്. ഓക്കെ, ദെൻ അടുത്തത് നമ്മളുടെ ഇത് നിങ്ങൾക്ക് ഇതിന്റെ പ്രത്യേകിച്ച് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കാര്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് കോമൺ പ്രോബ്ലംസ് ആണ്. നമ്മളുടെ ഹാബിറ്റ് എനർജിയുടെ, പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഹാബിറ്റിന്റെ എനർജിയുടെ കോമൺ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒന്ന് ഓട്ടോമാറ്റിക് നെഗറ്റീവ് റിയാക്ഷൻസ് ആണ്. നമ്മൾ അറിയാതെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിക്കുക എന്ന് തന്നെ പറയും. അടുത്തത് റീഇൻഫോഴ്സ്മെന്റ് ഓഫ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ഞാൻ ഇന്ന് പറഞ്ഞത് ഇമോഷണൽ ഹാബിറ്റ്സിനെ കുറിച്ചാണ്. ചിലപ്പം അത് വീണ്ടും വീണ്ടും ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരും. നമ്മളുടെ നെഗറ്റീവ് പാറ്റേൺസ് ഓഫ് തിങ്കിങ്, അതുപോലെ നമ്മൾ ആങ്ഷ്യസ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് ആണെങ്കിൽ അത് വളരെയേറെ ആഴത്തിൽ, ഇപ്പൊ ഞാൻ കാണിച്ച ഡാൻഡലൈൻ എന്ന് പറയുന്ന ആ ചെടിയുടെ ഇതുപോലെ അത് ഓരോ ദിവസവും അതിന്റെ വേര് ആഴത്തിലേക്ക് ആക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് കൂടുതൽ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി കൂടി വരുന്നു. ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നമ്മൾ ഏതെല്ലാം മതപരമായിട്ടുള്ള, ഞാനത് പറയുന്നു ശാസ്ത്രീയമായ കാര്യമായതുകൊണ്ട് പറയുന്നു, എന്തൊക്കെ നമ്മൾ ചെയ്താലും, നമ്മൾ പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ഞാൻ ഒരു മതത്തിനും എതിരായിട്ടല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്ത് ചെയ്താലും ഇത് നമ്മൾ സ്വയം നമ്മളുടെ ഈ ബ്രെയിനിന്റെ ആ പ്രവർത്തനത്തെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അടുത്തത് ഇമോഷണൽ റിജിഡിറ്റി. അതുകൊണ്ടാണ് ചിലരൊക്കെ പ്രായമായി കഴിയുമ്പോഴേക്കും, പ്രായമാകണമെന്നില്ല, ചെറുപ്പത്തിൽ തന്നെ പലർക്കുണ്ട്, പ്രത്യേകിച്ച് പ്രായമായുള്ള ഒരു ഞാൻ പണ്ട് ഇതിനെ കുറിച്ച് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മൈൻഡ്ഫുൾ ഏജിങ്ങിനെ കുറിച്ച്. അപ്പൊ നമുക്കറിയാം പല വീടുകളിലും അങ്ങനെയാണ്, ഇമോഷണൽ റിജിഡിറ്റി ഉള്ള ആളുകളുണ്ട്. അവരറിയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എവറിത്തിങ് ഈസ് ഫൈൻ. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ആ ഇമോഷണൽ റിജിഡിറ്റിയിൽ, ഈ ഒരു ഇമോഷണൽ ആ ഹാബിറ്റിൽ അവർ ഉറച്ചു നിൽക്കും. എന്നിട്ട് പറയും ഇത് എന്റെ ആശയമാണ്, എന്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് അവർ റാഷണലൈസ് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യും. സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആരുമായിട്ട്, നമ്മുടെ കുടുംബത്തിൽ സാധിക്കില്ല, ജോലി സ്ഥലത്ത് സാധിക്കില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ അയൽവക്കങ്ങളിൽ ഒന്നും സാധിക്കാതെ പോകും. എല്ലാ റിലേഷൻഷിപ്പും മോശമാകും. ദെൻ അടുത്തത് നമ്മളുടെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ അതിനെ നമ്മൾ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. ട്രൂ ടു യുവർ സെൽഫ്, ആ കമ്മിറ്റ്മെന്റ് ഇല്ല. അതേസമയം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് മാറ്റണമെന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മാറ്റണമെന്നുണ്ടാകും, പക്ഷെ അവർക്ക് സാധിക്കാതെ പോകുന്നു. സ്വയം അട്ടിമറിക്കുകയാണ്, അവരോട് തന്നെ ആത്മാർത്ഥത, കമ്മിറ്റ്മെന്റ് സാധിക്കാതെ പോകുന്നു. ദെൻ ഇതിന്റെ എല്ലാം ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഉണ്ടാകും. ഇപ്പം എൻ്റെ ഈ ക്ലാസ്സുകളിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി, ഇതുകൊണ്ടാണ് നമ്മളുടെ മിക്കവാറുമുള്ള 90% നമ്മളുടെ രോഗങ്ങൾക്ക് കാരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഫിസിക്കൽ ഇഷ്യൂസ് ഒത്തിരി ഉണ്ടാകും, പക്ഷെ അവർ അറിയുന്നില്ല, അവർ വിട്ടുകൊടുക്കുകയില്ല. ദെൻ നാരോ പെർസ്പെക്റ്റീവ്, വളരെ ഇതായിട്ട് നമ്മൾ കാണുകയുള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതിന് ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ, അവർ ശരിയും തെറ്റും ഞാൻ പറയുന്നില്ല. പലപ്പോഴും ഈ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും, ഇവരെത്ര നാരമായിട്ടാണ് ചിന്തിക്കുന്നത്. ഭരണപക്ഷം ചെയ്യുന്നതിനെ മറ്റേ പ്രതിപക്ഷം പറയുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഇതിനെക്കുറിച്ച് അവരെപ്പോഴും വളരെ നാരമായിട്ടാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് റാഷണലൈസ് ചെയ്യുന്നത്. ഇത് നമ്മൾക്കും ഉണ്ടാകും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ, വളരെ നാരമായിട്ടുള്ള എന്റെ സ്വന്തം, അല്ലെങ്കിൽ എന്റെ ചിന്താഗതി, എന്റെ താല്പര്യം, ഇതിനനുസരിച്ചേ കാര്യങ്ങൾ പോകാമുള്ളൂ. മറ്റുള്ളവരെ ശ്രദ്ധിക്കില്ല. അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് അവർ അംഗീകരിക്കാൻ തയ്യാറാകില്ല. ദെൻ ഡിക്രീസ്ഡ് റെസീലിയൻസ് ഇല്ലാതായി പോകുന്നു. ഒരു വിധത്തിലും ഒരു സമഗ്രമായ ഒരു റെസീലിയൻസിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് നമ്മളുടെ വൈകാരികമായ തലത്തില്, നമ്മളുടെ മാനസികമായ തലത്തില്, നമ്മളുടെ ശാരീരികമായ തലത്തില് നമുക്ക് പുറകോട്ട് പോകാൻ സാധിക്കാതെ വരുന്നു. ഓക്കെ, ഇമ്പാക്ട് ഓഫ് ഇമോഷണൽ ഹാബിറ്റ്സ് ആണ്. ഇനി ഏതെല്ലാം തരത്തിലാണ് ഇമ്പാക്ട് ചെയ്യുന്നത്? അൺവൈസ് ഡിസിഷൻ മേക്കിംഗ്, പെട്ടെന്ന് തീരുമാനം എടുക്കും, പൊട്ടിത്തെറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കും.
നമ്മളിപ്പം മക്കളോടുള്ള ഇതിന്റെ കൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിന്റെ മോശം കൊണ്ട് വാശിക്ക് നമ്മൾ അതുപോലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ അൺവൈസ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒന്നാണ്. ദെൻ ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ്, അതാണ് എവിടെ എന്ത് എന്നുള്ള ആ ഒരു ഇതില്ലാതെ, മര്യാദയില്ലാതെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആരോടും ധിക്കാരവും പൊട്ടിത്തെറിച്ച് ഇങ്ങനെയുള്ള ഇൻഅപ്രോപ്രിയേറ്റ് സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാകും. ദെൻ ഫാൾട്ടി സെൽഫ് മാനേജ്മെന്റ് ഓർ പ്ലാനിങ്, തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് ഒരു സെൽഫ് മാനേജ്മെന്റ് അതിന് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പദ്ധതികൾ തയ്യാറാക്കി അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഫ്യൂച്ചർ ആയിട്ടുള്ള ഇതിലേക്കൊന്നുമില്ല. കാരണം അവരുടെ ആ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് ഈ ഇമോഷണൽ ഹാബിറ്റ്സ് വളരെ വളരെ ഇൻഫോഴ്സ് ചെയ്തിരിക്കുന്നുണ്ട്. ഇൻപെയർഡ് പ്രൊഡക്ടിവിറ്റി, അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല. പ്രത്യേകിച്ച് പ്രായമായവരിൽ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളിലേക്ക് അവർക്ക് ആ പ്രൊഡക്ടിവിറ്റി ഒക്കെ പലപ്പോഴും നിന്നു പോകുന്നുണ്ട്. ചിന്തിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റികളൊക്കെ നശിച്ചു പോകുന്നു. ദെൻ ഇൻചുവേർഡ് റിലേഷൻഷിപ്പ്, വീട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മോശമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ അവർക്കുണ്ടാകുന്നു. സോ അവസാനമായിട്ട് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഇമോഷണൽ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് നമ്മളുടെ മൈൻഡ്ഫുൾനെസ് നമ്മളുടെ ഇമോഷണൽ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ സഹായിക്കും? നമ്മൾക്ക് ആദ്യത്തേത് അവയർനെസ് ഓഫ് ട്രിഗേഴ്സ്. എങ്ങനെയാണ് മറ്റ് ഒരു ട്രിഗർ അല്ലെങ്കിൽ ക്യൂ ഉണ്ടാകുന്നത്, അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പോകുന്നത്, നമ്മളുടെ സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എങ്ങനെ റെഫർ ചെയ്യുന്നുവോ, അതുപോലെ തന്നെ ഈ അവയർനെസ് ട്രിഗേഴ്സ് ഉണ്ടാകുന്നു. അതായത് അവയർനെസ്, അത് നമ്മൾ അറിയുന്നു, ബ്രെയിൻ അറിയുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യാതെ പോയാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്വീകരിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അതിനെ പാലൂട്ടി വളർത്താതിരുന്നാൽ, ഒരു ഇമോഷൻസ് അല്ലെ തോട്ട് വരുന്ന സമയത്ത് അതിനെ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ, സ്വീകരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്യുക എന്നല്ല, സപ്രസ് ചെയ്യുക എന്നല്ല, അതിന്റെ ആ പ്രസൻസ് നമ്മൾ അറിയുന്നു, പക്ഷേ നമ്മൾ അതിന്റെ ഒരു ഭാഗമാകുന്നില്ല എങ്കിൽ അത് നല്ലതാണ്. ദെൻ ഒബ്സർവിങ് വിത്തൗട്ട് റിയാക്ടിങ്. ഇത് നമ്മൾ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള നമ്മളുടെ ഇന്ററാക്ഷനല്ല നമ്മൾ വിത്തൗട്ട് റിയാക്ടിങ് എന്ന് വരുന്നത്. അനുദിന ജീവിതത്തിൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ചിന്തയിൽ അത് വരുമ്പോൾ നമ്മൾ അറിയുന്നു അത്ര മാത്രം. അത് അവിടെ വന്നിട്ടുണ്ട്. നമ്മളിൽ ഏതെങ്കിലും തരത്തിലുള്ള 1, 2, 3 ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നു. ബ്രേക്കിംഗ് നെഗറ്റീവ് പാറ്റേൺസ് ഓഫ് തോട്ട്സ് എന്ന് വേണേൽ പറയാം. ഇമോഷൻസിനെ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. നെഗറ്റീവ് ആയിട്ടുള്ള അത് അറിയണം നമ്മൾ. ഇത് എൻ്റെ ചിന്തയുടെ പ്രശ്നമാണ്, ഇതെന്റെ ഓർമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ ഇമോഷണൽ വൈകാരികമായ പ്രശ്നമാണെന്ന് അറിയുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്നു. റെഡ്യൂസിങ് ഇമോഷണൽ ഇന്റൻസിറ്റി. ഇങ്ങനെയുള്ളവർക്ക് അഥവാ ഇനി അതിങ്ങനെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ആശങ്ക ഇതുപോലെയുള്ള ഏതെങ്കിലും ഈ ഞാൻ പറഞ്ഞിട്ടുള്ള മെന്റൽ ഫോർമേഷൻസിൽ ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നുണ്ടാകുന്നുണ്ടെങ്കിലും അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരാളാണെന്ന് കരുതുക, ഒരു വഴക്ക് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു കാര്യം അങ്ങനെ ഉണ്ടായാൽ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, ഒരു പക്ഷേ മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യാത്ത അൺട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 1 വർഷം വേണമെങ്കിൽ അവർക്കത് മറക്കാൻ അല്ലെങ്കിൽ ക്ഷമിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ മൈൻഡ്ഫുൾനെസ് വഴി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അത് ക്ഷമിക്കാൻ സാധിച്ചെന്ന് വരും, അല്ലെങ്കിൽ അവർക്ക് ഒരാഴ്ച കൊണ്ട് അത് പൊറുക്കാൻ സാധിച്ചെന്ന് വരും. അങ്ങനെയുള്ള അതുപോലെ തന്നെ ആ ഇന്റൻസിറ്റി, ആ റിയാക്ഷന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുന്നതിന് സാധിക്കും. എൻഹാൻസിങ് ഇമോഷണൽ റെഗുലേഷൻ. നമുക്കറിയാം നമ്മളുടെ വൈകാരികമായിട്ടുള്ള ആ റെഗുലേഷൻസ് പലതരത്തിലും നമുക്ക് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഡെവലപ്പിംഗ് കമ്പാഷൻ ടു അവേഴ്സെൽഫ് ആൻഡ് കമ്പാഷൻ ടു അതേഴ്സ് വരുന്നു. സ്ട്രെങ്തനിങ് പ്രസന്റ് മൊമെന്റ് ഫോക്കസ്. കൂടുതലായിട്ട് നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ടുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഫോക്കസിങ് അല്ലെങ്കിൽ മറ്റതുപോലുള്ള നമ്മളുടെ ആ കഴിവുകൾ നമുക്ക് ഫോക്കസ് ചെയ്യുന്നതിന് നമുക്ക് ചെയ്യാൻ സാധിക്കും. നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ, അത് വളരെ സുപ്രധാനമാണ്. നമ്മൾ പലപ്പോഴും മെഡിറ്റേഷൻ സമയത്ത് പറയാറില്ല, നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. നമ്മൾ മെഡിറ്റേഷൻ സമയത്ത് മാത്രമല്ല, അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ സാധാരണ നമ്മുടെ ജാഗ്രത അവസ്ഥയിൽ ഉണ്ടാകുന്ന അതിനെക്കുറിച്ച് നമ്മൾ ഇത് പയ്യെ നമ്മൾ ട്രെയിൻഡ് ആകും. അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യാതിരിക്കുക. തെറ്റാണ്,
അത് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ആ ജഡ്ജ്മെന്റൽ മൈൻഡ് നമുക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് റിഡക്ഷന് ഇത് ഒത്തിരി സഹായിക്കും. കാരണം ആവശ്യമില്ലാത്തതെല്ലാം നമ്മൾ സ്ട്രെസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ദെൻ കൂടുതൽ ഇൻസൈറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ദെൻ കൂടുതൽ റെസീലിയൻസ് നമുക്കുണ്ടാകും. നമ്മളുടെ മാനസികവും വൈകാരികവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ടുള്ള ആ പ്രശാന്തത നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടും. അത് നമ്മുടെ വൈകാരികമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായ പ്രശാന്തതയിലേക്ക് തിരികെ പോകാൻ നമുക്ക് സാധിക്കും. ദെൻ ഫൈനലി ഇതെല്ലാം കൂടി നമ്മളുടെ ന്യൂറൽ ഇന്റഗ്രേഷനിലേക്ക് വരും. ന്യൂറൽ ഇന്റഗ്രേഷൻ നിങ്ങൾക്കറിയാം. അതായത് നമ്മളുടെ ആ ഫ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന് കൂടുതൽ പ്രവർത്തനമാക്കുന്നു. അമിഗ്ഡാല അല്ലെങ്കിൽ ബേസൽ ഗാംഗ്ലിയ, അതുപോലെ തന്നെയുള്ള മറ്റ് വികാരങ്ങൾ, അതുപോലെ റിയാക്ഷൻസ്, ഹാബിറ്റുകൾ, ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ബ്രെയിനിന്റെ ആ ഭാഗങ്ങളെ കുറച്ചുകൂടി ശാന്തമാക്കാൻ അല്ലെങ്കിൽ ലെസ് ആക്റ്റീവ് ആക്കാൻ നമുക്ക് സാധിക്കുകയും അതുവഴി നമ്മളുടെ മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള ആ സൗഖ്യത്തിന് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഹാബിറ്റ് എനർജി എന്ന് പറയുന്നത് മനോഹരമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളുടെ എനർജി ഡ്രെയിൻ ആകുന്നത് എവിടെയാണ്? പോസിറ്റീവായിട്ടുള്ള ഹാബിറ്റ്സിലാണോ അതോ നെഗറ്റീവ് ഹാബിറ്റ്സിലാണോ? മിക്കവാറും നെഗറ്റീവ് ഹാബിറ്റ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ഡ്രെയിൻ ആയി പോകുന്നത്. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ റെസിലിയൻസിലേക്ക് എത്തുക. അതിനുപയോഗിക്കാൻ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിക്കാം എന്ന് നമുക്കറിയാം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് പാത്തിലൂടെ ആയിരിക്കും നമ്മളപ്പോൾ സഞ്ചരിക്കുന്നത്. പഴയ കാര്യങ്ങൾ, പഴയ ശീലങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിലൊരു കമ്പൽസീവ് ഫോഴ്സ് എപ്പോഴും ഇതിൻ്റെ പുറകിലുണ്ടാകും. കാരണം നമുക്കെല്ലാവരും ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഈസി ആയിട്ടുള്ള ആക്സസ്, എന്താ കൂടുതൽ ആയാസം ഇല്ലാത്ത അല്ലെങ്കിൽ അനായാസം ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ഹാബിച്വൽ പ്രോസസ്സ് നിലനിർത്താറുണ്ട്. അപ്പോൾ ഇത് സാറ് പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയൊക്കെ വളരെയധികം സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിലപ്പം ആദ്യമേ നോക്കുന്നത് ഫോണായിരിക്കും. അപ്പോൾ അതൊരു ഹാബിച്വൽ എനർജി, ഒരു ഹാബിച്വൽ മെത്തേഡായിട്ടത് മാറും. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ടെലിവിഷൻ കാണുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗാഡ്ജറ്റ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ പറയും സബ് കോൺഷ്യസ് തലത്തിൽ ക്രോധം, ആങ്കർ, അങ്ങനെയുള്ള വിഷാദം, ഡിപ്രഷൻ്റെ, ആങ്സൈറ്റിയുടെ ഒക്കെ സാധ്യതകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് പത്രത്തിൽ വായിച്ചാൽ അറിയാം, 5-6 പേരെയാണ് ഒരു 24 വയസ്സുള്ള ഒരു പയ്യൻ എന്തായാലും പറയുക. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി പോവുകയാണ്. അതുപോലെ മാറ്റം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ അടുത്ത് വലിയൊരു പ്രശ്നം. കാരണം ഈ സബ് കോൺഷ്യസ് പാറ്റേൺ ആയതുകൊണ്ട് അതിനെ അത്ര ഈസി ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ഇവിടെയാണ് ഹാബിറ്റ് എനർജിയുടെ ഈ നെഗറ്റീവ് ഇഫക്റ്റിനെ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും. ആദ്യം അതിന് പറയുന്ന അവയർനെസ് ആകുക എന്നുള്ളതാണ്. ആ ശീലം നമുക്ക് അനുകൂലമല്ല, അതെനിക്ക് ഗുണകരമല്ല, ദോഷകരമാണ് എന്ന് നമ്മൾ പരിശോധിച്ച് തിരിച്ചറിയുക. അവയർനെസ് വൺസ് അത് അവെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രോസസ്സിലൂടെ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ ഓരോ പ്രവൃത്തിയും ബോധപൂർവം ചെയ്യുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കുക, അതിൻ്റെ രുചികൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള മൊമെൻറ്റ് ടു മൊമെൻറ്റ് എക്സ്പീരിയൻസിലൂടെ കൃത്യമായിട്ടും നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിനെ, ആ പ്രവൃത്തിയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാകും. പിന്നെ പുതിയ ശീലങ്ങളൊക്കെ വികസിപ്പിക്കുക. അങ്ങനെ വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പാർട്ട് വളരെ ഇതാണ്. കാരണം ഇത് സബ് കോൺഷ്യസ് തലത്തിൽ നടക്കുന്നതുകൊണ്ട് ബ്രെയിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ ഇതൊക്കെ ശീലിച്ചു പോകുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അത് വളരെ മനോഹരമായി റൺ ചെയ്യാൻ ബ്രെയിൻ അറിയാം. അത്ര ആയാസകരമായി വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ കുട്ടികൾ പരീക്ഷാകാലമാണ്, പഠിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ടി വി കാണുകയും ഗെയിം കളിക്കുകയൊക്കെ ചെയ്യും. അപ്പം നാച്ചുറലി ബ്രെയിൻ തന്നെ അത് ഇൻസിസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല, യു ഗോ ദെയർ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ മൈൻഡ്ഫുൾനെസ് ആ കൃത്യമായി ഈ നിമിഷത്തെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും ഈ ഹാബിറ്റ് എനർജിയുടെ സൂത്രങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു മനോഹരമായ വിഷയമാണ് സാർ എക്സ്പ്ലെയിൻ ചെയ്തത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയാം. റോയ് സാറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഹാബിറ്റ് എനർജി ഉണ്ടെങ്കിൽ പറയും. ഹാബിറ്റ് എനർജിയുടെ പിടിയിൽ ഉണ്ടെങ്കിൽ പറയും.
റോഹിത് സാർ അൺമ്യൂട്ട് ചെയ്തില്ല. സാർ പറഞ്ഞിട്ട് മതിയോ? ഹാബിറ്റ് എനർജി സാർ പറഞ്ഞ ഹാബിറ്റ് ലൂപ്പാണ് എനിക്ക് വളരെയധികം ഇതായിട്ട് ഈ അൺപ്ലസന്റ് തോട്ട് വരുന്നതും അത് നെഗറ്റീവ് റിയാക്ഷനിലുള്ള ബിഹേവിയർ ആയിട്ട് വരുന്നതും പിന്നെ അത് ഔട്ട് ഓഫ് കൺട്രോൾ വരും. ഈ പറഞ്ഞ ആ പ്രോസസ്സ് എനിക്കത് വളരെയധികം ഇതായിട്ട് നിൽക്കുന്നത് സാറിൻ്റെ ആക്ഷൻ. അതുപോലെ തന്നെ സാർ പറഞ്ഞല്ലോ, നമ്മളിൽ ഒരാൾക്ക് ഒരാളോടുന്നൊരു മോശമായ അനുഭവവും ഒരു ബിഹേവിയറും ഉണ്ടായാൽ അത് അതേ രൂപത്തിലുള്ള മറ്റുള്ളവരിൽ വരെ അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. ഹാബിറ്റ് എനർജിയുടെ കാര്യം ഏതായാലും വളരെയധികം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ക്ലാസ് ആയിരുന്നു സാറിന്. താങ്ക് യു സാർ. താങ്ക് യു റോഹിത് സാർ. താങ്ക് യു സാർ. ലഹന്നൻ സാർ ഫ്രീ ആയോ? ഇല്ലെങ്കിൽ ആരെ പറയുന്നേ? അൺമ്യൂട്ട് ചെയ്ത് ലഹന്നൻ സാർ പറയും പ്ലീസ്. സാർ, ഇന്നത്തെ ക്ലാസ് യഥാർത്ഥത്തിൽ അതിന്റെ 100% എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായി എനിക്ക് മനസ്സിലായി. നമ്മുടെ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ട്രോമാസ് നമ്മുടെ ബിഹേവിയറിലേക്ക് ഇടക്കിടക്ക് എടുത്തു ചാടി അത് കണ്ടിന്യൂസ് ആയിട്ട് നീങ്ങുന്ന സമയത്ത് നമ്മുടെ ബിഹേവിയർ ആ പാറ്റേണിലേക്ക് പോകുന്നു എന്ന് ഉള്ളൊരു ലെസൺ എനിക്ക് കിട്ടി എന്നാണ് എൻ്റെ ഒരു ബോധ്യം. സാർ, അതിനെക്കുറിച്ച് ഒരു വാക്ക്, അത് ശരിയാണോ എൻ്റെ ആ തോന്നൽ? ശരിയാണത്. സാറിന് മനസ്സിലാക്കാൻ എവിടെയായിരുന്നു എനിക്കറിയാം. ഞാൻ പറ്റുന്ന പോലെ ഞാൻ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാനും ഒരു ലേമനാണ്, ന്യൂറോളജിസ്റ്റ് അല്ല. പക്ഷെ അതുകൊണ്ട് ഞാനത് വളരെ ലളിതമായിട്ട് പറഞ്ഞെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ സാറ് ചോദിച്ചോളൂ, ഞാൻ അത് വിശദീകരിക്കാം. സാർ അതിന്റെ ഇടയ്ക്ക് ചെതലിനോട് സംസാരിക്കാൻ പോയി, അതാ. അവിടെ ഒരു പാർട്ടി വന്നവരൊന്ന് ഒഴിവാക്കി. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ആവശ്യമുള്ളത് പിടികിട്ടി. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ദെൻ വേറെ ആർക്കെങ്കിലും? സലീമ മാം, സരസ്വതി മാം, ഷീല മാം, ബീന മാം, വിജയലക്ഷ്മി, നാസിൻ മാം, ബൈജു ഉണ്ടോ? ഉഷ മാം, ആർക്കെങ്കിലും അഡ്മിറ്റ് ചെയ്യാമോ? സാറേ, ഞാൻ കുറച്ച് ഉണ്ടാ വന്നത്. കടപ്പുറത്ത് ഫെസ്റ്റ് ഉണ്ട്, അടിപൊളിയായി കാണാൻ പോയതാ. അപ്പൊ അതിലുള്ള കാര്യത്തെ കുറിച്ചാ പറഞ്ഞ, പേടിക്കാനൊന്നുമില്ല. എന്നെ സ്വയം അനലൈസ് ചെയ്ത് എന്റെ വീട്ടിലുള്ള മറ്റാൾക്കാരെ അനലൈസ് ചെയ്ത് നമ്മൾ വളരെ സമാധാനത്തിലാ. പക്ഷെ അവരെ ബിസിനസിന്റെ ഒക്കെ ടെൻഷൻ എടുത്ത് വരുമ്പോ അവരെ മുഖം കാണുമ്പോ നമുക്ക് തോന്നും ഡിസ്ട്രെസ് ആണ്. അപ്പൊ ചിലപ്പോ സന്ദർഭ സാഹചര്യം നോക്കിയിട്ട് ഡീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്താണ്ടോ എന്ന് എന്താണോ എന്ന് ചോദിക്കുമ്പോ കൃത്യം നമുക്ക് കിട്ടും. ചീത്ത കേക്കണ്ട, നമ്മള് ഒന്നും കേട്ടിട്ടല്ല. അപ്പൊ സ്ട്രെസ് ഉള്ള മനുഷ്യന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മൾ ഈ മെഡിറ്റേഷൻ അഫർമേഷനൊക്കെ രാവിലെ മുതൽ ഇതിങ്ങനെ ശീലായ കാരണം നമ്മളെപ്പോഴും സമാധാനം, നമ്മളെ പ്രൊവോക്ക് എളുപ്പമല്ല. എന്നാലും ചില സന്ദർഭങ്ങളിൽ ചില ആൾക്കാരെ സ്വഭാവം കാണുമ്പോ നമുക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞെങ്കിൽ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ തോന്നി അവർ ചീത്ത സ്വഭാവമൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പിന്നെ നമ്മൾ അവിടുന്ന് മാറുക ചെയ്യും. അവരെ കുറിച്ച് നല്ല സ്നേഹമുള്ള നേരത്താണെങ്കിൽ അവർ നല്ല സ്വഭാവം മാത്രമേ ഓർമ്മയുള്ളൂ. തലച്ചോറിന്റെ വല്ലാത്തൊരു സ്വഭാവമാണെന്ന് തോന്നാറുണ്ട്. കാരണം ഒരാൾ അതേപടി നമ്മൾ ഇഷ്ടപ്പെടുമ്പോ അവരെന്ത് ചെയ്താലും നമുക്ക് കേസില്ല. അഥവാ ഒരാള് നമുക്ക് ഇഷ്ടമല്ലാതെ തോന്നിക്കഴിഞ്ഞാല് പിന്നെ നമ്മള് ആ സ്വഭാവത്തിന് മാത്രം ദേഷ്യം ഉണ്ടാവുള്ള ആൾക്കാരല്ല. അപ്പൊ ഈ ചൈൽഡ്ഹുഡ് ട്രോമ വന്നവര് ഭയങ്കര ചെറിയൊരു കേസ് വരുമ്പോൾ തന്നെ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഓരോ മനുഷ്യന്മാരെ മനസ്സിൽ വിചാരിച്ച് കേൾക്കുമ്പോ സാറിന്റെ ക്ലാസ് വളരെ രസമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് ആന്റണി സാറ് ക്ലാസ് എടുക്കുമ്പോ എപ്പോഴും ഒരു പ്രീസ്റ്റ് വന്നിട്ട് കുറെ ആളുകൾ നന്നാക്കാൻ വേണ്ടി സുവിശേഷം പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥനകൾക്ക് കൊണ്ടുപോയി ഒരു ഹീൽ ചെയ്യണ ഒരു ഫീലാണ്. എനിക്ക് ആ 20 മിനിറ്റ് പോയത് എന്തോ ഒരു വിഷമത്തിലാണെന്നറിയാം. ഞാൻ ഓടി വന്നിട്ട് ഇതിൽ കേറിയത്. കാരണം ഞാൻ റോട്ടിൽ ഭയങ്കര ക്രൗഡിന്റെ ഉള്ളിലായിരുന്നു, വണ്ടിയില് 2 വീലറാ. അപ്പൊ ക്ലാസ് പോയ വിഷമം. അപ്പൊ സാറിന്റെ മെഡിറ്റേഷന് 2 കൈയിൽ 4 കൈ കൊണ്ടും കൂട്ടിയിട്ട് സാറിനെ പ്രണമിക്കുകയാണ്. ഞാൻ വർക്കിലാണ് സാറേ, ജോലിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തത്. താങ്ക് യു സാർ. സാർ താങ്ക് യു സാർ. ഓക്കെ, നമുക്ക് മെഡിറ്റേഷൻ പോകാം സാറേ, എന്നിട്ട് മതിയല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഗൈഡഡ് മെഡിറ്റേഷൻ വേണോ അതോ നമ്മുടെ
ഇത് വേണോ? ഇന്ന് കേട്ടിട്ടായിക്കോട്ടെ, അതൊരു മാറ്റം വരട്ടെ. ഓക്കെ ഓക്കെ. ഓക്കെ. സോറി, അതല്ല കേട്ടോ. ഒരു സെക്കൻഡേ. ഓക്കെ. ആ ഇത് കേൾക്കാമോ സാറേ? കേൾക്കാം കേൾക്കാം. യെസ് യെസ്. Okay, then please mute everybody, please. നമ്മുടെ വൈകാരിക ചിന്തകളെ എങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കാം എന്ന വിഷയത്തിലേക്കുള്ള മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാന്തമായ ഒരിടത്ത് സുഖകരമായ രീതിയിൽ കസേരയിലോ അല്ലെങ്കിൽ നിലത്തോ നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്രമിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഇരിക്കുക. നിങ്ങളുടെ ഇരിപ്പിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇപ്പോൾ അത് ചെയ്യുക. അടുത്ത 20 മിനിറ്റിൽ ആവശ്യമില്ലാത്ത ശാരീരിക ചലനങ്ങൾ ഒഴിവാക്കുവാൻ ഇത് നമ്മെ സഹായിക്കും. നിങ്ങൾ കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ അതും മാറ്റിവെക്കാം. ധ്യാനത്തിന് മുൻകൂട്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ നിമിഷത്തിൽ നിങ്ങളുടെ കണ്ണുകളെ സാവധാനം നിങ്ങൾക്ക് അടയ്ക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന രീതിയിൽ 3 പ്രാവശ്യം ദീർഘമായി ശ്വാസോച്ഛ്വാസം നടത്തുക. വളരെ ആഴത്തിൽ ശ്വസിക്കുകയും സാവധാനം നിശ്വസിക്കുകയും ചെയ്യുക.
നിങ്ങളുടെ ശരീരം നിശ്ചലതയിലേക്ക് മാറാൻ സ്വയം സമർപ്പിക്കുക. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിൽ അവയെ കുറയ്ക്കുവാൻ, ഒഴിവാക്കുവാൻ നിങ്ങൾ സന്നദ്ധരാവുക. ശാന്തമാകട്ടെ ഈ നിമിഷം. നമ്മളുടെ മനസ്സിലും ശരീരത്തിലും കൂടുതൽ കൂടുതൽ ശാന്തത, ശാന്തി വളരുവാൻ നമുക്ക് നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ സാവധാനം തിരിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതുപോലെ നമ്മളുടെ ശ്വസന അവബോധത്തിലേക്ക് മെല്ലെ മെല്ലെ ശ്രദ്ധ കൊണ്ടുവരിക. നിങ്ങളുടെ നെഞ്ചിന്റെ മൃദുവായ ഉയർച്ചയും താഴ്ചയും, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ കൂടി വായു ഒഴുകി വരുന്നതിൻ്റെയും പുറത്തേക്ക് പോകുന്നതിൻ്റെയും സംവേദനങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഉതകുന്ന രീതിയിൽ 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം സാവധാനം 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് നിശ്വസിക്കുക. ശാന്തമാകട്ടെ ശ്വാസ നിശ്വസനങ്ങൾ. നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിയുന്നതായി നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ സാവധാനം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരികെ വരിക. നമ്മുടെ മനസ്സിനെ നമുക്ക് അല്പസമയം നിരീക്ഷിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ച് നിഷേധാത്മകമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? ആ ചിന്തകൾ ഏതു തരത്തിലുള്ളതാണ്? നമ്മുടെ അനുഭവങ്ങളിൽ, ശീലങ്ങളിൽ നമ്മൾ അറിയാതെ ശീലാധിഷ്ഠിത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നിരീക്ഷിക്കുക. ചിന്തയോടൊപ്പം അല്ലെങ്കിൽ അവ പുറപ്പെടുവിക്കുന്ന ആ വൈകാരിക സമ്മർദ്ദത്തിനൊപ്പം പോകാതെ
നിരീക്ഷിക്കുക. ആകാശത്തിലൂടെ പറന്നു പോകുന്ന കിളികളെ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? അവ എങ്ങോട്ടോ എവിടെ നിന്നോ വരുന്നു, അവ എവിടേക്കോ പോകുന്നു. നമ്മൾ ഒരു സാക്ഷി മാത്രമാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ചിന്തകൾ വരുന്നതും പോകുന്നതും ഒരു നിരീക്ഷകന്റെ മനോഭാവത്തോടെ യാതൊരുവിധ ചിന്തകളോടുള്ള ആകർഷണമില്ലാതെ, വികാരങ്ങളില്ലാതെ, അതിനോട് ഒട്ടി നിൽക്കാതെ അവയെ നിരീക്ഷിക്കുക. ചിന്തകൾ ഉണ്ടാവുക സ്വാഭാവികമാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കുക. സ്വയം വെറുപ്പ് തോന്നാതിരിക്കുക. ആഴത്തിലുള്ള അനുകമ്പ നിങ്ങൾ ഓരോരുത്തരോടും പ്രകടിപ്പിക്കുക. നിരാശയോ ദേഷ്യമോ കൂടാതെ സൗമ്യമായി കരുണയോടെ നിങ്ങളുടെ ശ്വാസ നിരീക്ഷണത്തിലേക്ക് സാവധാനം മടങ്ങി വരിക. 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇത്രയും സമയമെടുത്ത് സാവധാനം നിശ്വസിക്കുക. ചിന്തകൾ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് അവയെ അംഗീകരിച്ചുകൊണ്ട് സ്വയം ഇങ്ങനെ പറയാം: ഞാൻ ചിന്തിക്കുന്നു. ചിന്തകളെ അംഗീകരിക്കുക. വളരെ ശക്തമായ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ അവയെ നിങ്ങൾ പേരിട്ട് വിളിക്കുക. ഉദാഹരണം: ആശങ്ക, ആസൂത്രണം, ഓർമ്മ, അസൂയ, കോപം എന്നിങ്ങനെ. തുടർന്നും നമ്മൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക്
മടങ്ങി വരിക. ശാന്തമായി ശ്വസിക്കുക. നമ്മുടെ അഭയമായി ശ്വാസോച്ഛ്വാസത്തിൽ അഭയം കൊള്ളുക. നിങ്ങളിരിക്കുന്ന മുറിയിലോ നിങ്ങളുടെ മുറിക്ക് പുറത്തോ ഏതെങ്കിലും ശബ്ദം തരംഗങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അവയെയും ശ്രദ്ധിക്കുക. അവയെ അംഗീകരിക്കുക. ശല്യമായി കരുതാതെ ഒന്നിനെയും വിധിക്കാതിരിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ സംവേദനങ്ങളെയും നിരീക്ഷിക്കുക. വേദനയോ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നെങ്കിൽ അവയെ അംഗീകരിക്കുക. അതൊരു ശല്യമായി കരുതാതെ ഈ നിമിഷത്തിന്റെ ആ പ്രശാന്തതയിൽ, സമാധാനത്തിൽ, ശ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും തിരികെ പോകുക. സ്ഥിരതയുടെയും അവബോധത്തിന്റെയും ഈ കഴിഞ്ഞ 20 മിനിറ്റ് ചിലവഴിക്കാൻ സാധിച്ചതിൽ നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. നിങ്ങളോട് തന്നെ നന്ദി പറയുക. ഒരു പ്രാവശ്യം ശ്വസിക്കുക. വളരെ ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം ഒരിക്കൽ കൂടി എടുക്കുക. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള അവബോധം പൂർണ്ണമായി വീണ്ടെടുക്കുക. നിങ്ങളിരിക്കുന്ന മുറിയെക്കുറിച്ച്, നിങ്ങൾക്കുള്ള ചുറ്റുപാടുകളെ കുറിച്ചും അവബോധം വീണ്ടെടുക്കുക. നിങ്ങളുടെ കാലിലെയും കൈകളിലെയും വിരലുകൾ മെല്ലെ ഒന്ന് ചലിപ്പിക്കുക. ഈ നിമിഷത്തിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അവബോധം വീണ്ടെടുക്കുക. ധ്യാനം അവസാനിച്ചു. നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. Thank you, sir. Thank you very much. താങ്ക് യു. താങ്ക് യു. ഉപകാരം.
യെസ്, പറയൂ ഷീലമ്മ. ക്ഷമ. സാറേ ഗുഡ് ഈവനിങ്. സാബു സാർ, എല്ലാവർക്കും നമസ്കാരം. സാറേ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ഇപ്പൊ കിട്ടിയ മെഡിറ്റേഷന്റെ. വളരെ നല്ല ഒരു കാമായിട്ട് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പോ അത് വളരെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റി. ഒരു കാംനെസ് അനുഭവപ്പെട്ടു. സന്തോഷം. താങ്ക് യു സാർ. നേരത്തെയുള്ള ക്ലാസ്സിൽ ഒന്ന് രണ്ട് കാര്യം ഒന്ന് ചോദിച്ചോട്ടെ? യെസ്, മോസ്റ്റ് വെൽക്കം. സാറേ ഇതില് ആദ്യം തന്നെ നമ്മൾ ഗുഡ് ഹാബിറ്റ് ആൻഡ് ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു ഇല്ലേ സാറേ? അപ്പൊ അതില് ഗുഡ് ഹാബിറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഗുഡ് ഹാബിറ്റ് നമ്മൾ കണക്കാക്കുന്ന കാര്യം തന്നെ ആയിരിക്കും മറ്റൊരാള് നമ്മൾ വിചാരിക്കുന്നതിന് കൊടുക്കുന്ന ഒരു എന്തുവാ ഹെഡിങ്. നമ്മൾ ശരി നല്ലതെന്ന് വിചാരിക്കുന്നത് തന്നെ ആയിരിക്കും മറ്റൊരാൾ വിചാരിക്കുന്നതും അത് തന്നെ നല്ലതെന്ന് അവരും വിചാരിക്കൂ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നു. ഞാനൊരു വാക്ക് ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഞാൻ ഒരു പ്രാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഗുഡ് ഹാബിറ്റ് ബാഡ് ഹാബിറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ അതിനെ ജഡ്ജ് ചെയ്തല്ല ഞാൻ പറഞ്ഞത്. നല്ലതെന്നും ചീത്തയെന്നും ഞാൻ പറഞ്ഞില്ല. ആ വാക്ക് ഞാൻ ഉപയോഗിച്ചു. പക്ഷെ ഞാൻ അതിന് ഇന്നത് നല്ലതാണ് ഇന്നത് ചീത്തയാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം ഞാൻ എന്റെ പറഞ്ഞിട്ടില്ല. കാരണം ഞാനത് ബോധപൂർവ്വം പറയാതിരുന്നതാണ്. കാരണം ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ അതിലുണ്ട്. എന്താണ്? നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്നത് വേറൊരാൾക്ക് നല്ലതാകണമെന്നില്ല. ഇപ്പൊ ഒരാൾക്ക് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ മദ്യപാനം, ഒരാൾക്ക് അത് അയാൾക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ അത് വേറൊരാൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഇനി നമ്മളുടെ സ്വഭാവങ്ങൾ എടുക്കാം, നമ്മളുടെ പെരുമാറ്റങ്ങൾ. നമ്മളുടെ ഒരു പെരുമാറ്റം നമുക്കൊരു എന്താണ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഇത് ഞാൻ മാറ്റിയല്ല, ഇത് എന്റെ സ്വഭാവമാണ്, എന്റെ ചെറുപ്പം മുതലുള്ള പരിപാടിയാണ്, ഇത് ഞാൻ മാറ്റുന്ന പ്രശ്നം ഇല്ല എന്ന് ഒരാൾ പിടിച്ചാൽ മറ്റേ ആൾ എന്ത് ചെയ്യും? അതിന് ഓരോ സ്ഥലത്ത് ജോലി ചെയ്ത സ്ഥലത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും എന്ത് ചെയ്യും? ബുദ്ധിമുട്ടായി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുമാണ് അതിനെ ഗുഡ് ഓർ ബാഡ് എന്നുള്ള ആ ഒരു ലേബൽ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അത് പറയാതിരുന്നത്. ഉത്തരം എന്നോട് ചോദിച്ചതിന്റെ ഉത്തരം ഇതാണ്. നമ്മൾ ഒരാളുടെ എന്താണ് നല്ല ഹാബിറ്റ് വേറൊരാൾക്ക് ബാഡ് ഹാബിറ്റ് ആകാം. അതുകൊണ്ട് അത് നമ്മുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇതിനെ അനുസരിച്ചായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഷീലമാം അത്രേ ഉള്ളൂ. ഇപ്പൊ ഷീലമാം എനിക്ക് ഒരു 10,000 രൂപ എല്ലാ ദിവസവും തരണമെന്ന് ആഗ്രഹിക്കുന്നു. ഷീലമാമിന്റെ വീട്ടിലുള്ളവരുടെ അഭിപ്രായം എന്തായിരിക്കും? വീട്ടിലുള്ളവരുടെ സാറിന് തരണമെന്നോ? എനിക്ക് ഒരു 10,000 രൂപ തരണമെന്ന് എല്ലാ ദിവസവും ഷീലമാ ആഗ്രഹിക്കുന്നത്. നല്ല സ്വഭാവമല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വഭാവം. 10,000 രൂപ എനിക്ക് കിട്ടും. ഷീലമാമിന്റെ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അവര് അത് ആവശ്യമാണെന്ന് കണ്ടാൽ എന്നിൽ മാറ്റം എല്ലാ ദിവസവും തരുമോ? ഈ അവരോടൊന്നും പറയുമെന്ന് തിരിക്കും. എനിക്ക് അത്ര സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട്. അതാ പറഞ്ഞേ, അത് സബ്ജക്റ്റീവാണ്, വ്യക്തിപരമാണ്. ചിലവർക്ക് ചിലത് സ്വഭാവം നല്ലതാണ്, ചിലവർക്കത് ഗുണകരമൊട്ടും അല്ലാതെ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ സാറേ ഈ ഇമോഷണൽ ഹാബിറ്റ്സ് എന്ന് സാർ പറഞ്ഞല്ലോ. ഇമോഷണൽ നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് വരുന്ന ചിന്തകളാണ് ഇമോഷണൽ ഹാബിറ്റ്സിലേക്ക് മാറുന്നതെന്ന് പറഞ്ഞല്ലോ. അത് ചെറിയൊരു സാർ പറഞ്ഞു, പക്ഷെ എനിക്കത് വ്യക്തമായില്ല. ഓക്കെ, അതിന് ഇമോഷണൽ ഹാബിറ്റ്സിന്റെ ഒരു ഒരു ഉദാഹരണം പറയാം. ചില ആളുകള് ആവശ്യമില്ലാതെ ഒരു ഇതുമില്ലാതെ ഇപ്പൊ ആശങ്കപ്പെടുന്നവരുണ്ടാകും. ഞാൻ അതിന് ഒരു പഴയ ഒരു തമാശ പറയാം. ഒരു കാതികൻ പറഞ്ഞതാ എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ എനിക്കറിയത്തില്ല ഇവിടെ ഈ സന്ദർഭത്തിൽ അത് അനുയോജ്യമാണോ എന്നറിയില്ല, എങ്കിലും ഞാനത് പറയാം. അതായത് ഒരു പെൺകുട്ടി, എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട കഥയാണ് അത്. ഇപ്പൊ അതായത് ഒരു പെൺകുട്ടി മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവരുടെ വീട്ടില്, നമുക്കറിയാമല്ലോ. അപ്പൊ ആ പെൺകുട്ടി പെട്ടെന്ന് വാവിട്ട് കരഞ്ഞു. അപ്പൊ ഒരു കിണറിന്റെ തൊട്ടടുത്ത് ഉള്ള കരിയിലേക്ക് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് വാവിട്ട് കരഞ്ഞു ഭയങ്കര ഒച്ചപ്പാടായി. അപ്പൊ വീട്ടിലുള്ളവർ ഓടി വന്നു.
എന്താ പറ്റിയെന്ന് ചോദിച്ചു. നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഓർത്തു ഈ കിണറിന് ഞാൻ ഒരു ഭാവിയിൽ ഇതൊരു കൊച്ചു പെൺകുട്ടിയാണ്. അപ്പൊ പെൺകുട്ടി ഒന്ന് ഓർത്തു, ഒരു നിമിഷം ഓർത്തു പോയി, ഞാന് വിവാഹം ചെയ്യുന്നു, അതിനുശേഷം എനിക്ക് കുഞ്ഞുണ്ടാകുന്നു, ആ കുഞ്ഞ് ഇതിലൂടെ ഓടിക്കളിച്ചപ്പോ ഈ കിണറ്റിനകത്ത് വീണ് മരിക്കുവോ എന്നുള്ള ഓർത്തിട്ട് പേടിച്ചതാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അകാരണമായ നമ്മളുടെ ഭാവിയെ കുറിച്ചുള്ള ഒരു ആശങ്ക എന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ ഒരു യാത്രയ്ക്ക് പോകുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമുള്ള ഒരു രീതി. അപ്പൊ ഇതൊരു ഹാബിറ്റ് ആയിട്ട് നമുക്കുണ്ടാകും. നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പൊ നാളെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ട്, നമുക്കൊരു ഹാബിറ്റ് ആണ്. കാരണം അത് ബ്രെയിനിൽ നമ്മള് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്. നമുക്കൊരു ഭയം ഉണ്ടാകുന്നുണ്ട്, അനാവശ്യമാണ് അത്, യാതൊരു വിധത്തിലുള്ള ആ ഒരു ആവശ്യമില്ലാത്തതാണ്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്കൊരു വീട് വിട്ടിറങ്ങുന്ന സമയത്തുള്ള നമ്മുടെ അതിനു മുൻപുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകള്, അതിനുശേഷം നമ്മൾ വീടൊക്കെ പൂട്ടി പോകുന്നു, കള്ളം കയറുമോ എന്നുള്ള ചിന്തയുണ്ടാകുക, അല്ലെ പോണ വഴിക്ക് എന്താണ് സംഭവിക്കുന്നത്. ഇത് ഇച്ചിരി അല്പം ദീർഘമായിട്ടുള്ളതാണ്. എനിക്കറിയില്ല ശിലാജിയുടെ വീട് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ സാറിന്റെ വീടാണ് കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന ആ വഴിയിലുണ്ടാകുന്ന എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് ആശങ്കപ്പെടുക എന്ന് പറയുന്നത് ഇതൊരു ഒരു ഹാബിറ്റാണ്. അങ്ങനെയാണ് എല്ലാം ഫ്യൂച്ചറിനെ കുറിച്ചാകാം, നല്ല ഭാവി പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇത്. അപ്പൊ നമുക്ക് അത് എവിടെയാണ് നമുക്ക് ആ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് അത്. ഏതെങ്കിലും തരത്തില് ഒരു എന്താണ് റിയാലിറ്റി ഇല്ലാതെ ഒരു വസ്തുത അതിനകത്ത് ഇല്ല എങ്കിൽ തന്നെ നമ്മൾ ഊഹിച്ചിട്ട് നമുക്ക് ഭാവിയെ കുറിച്ചാകാം, അല്ലെങ്കിൽ പഴയതിനെ കുറിച്ചാകാം. പഴയത് ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിട്ടുകൊടുത്തത് ശരിയായിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, അത് റിസെന്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അസൂയ, ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതിനെ ഒബ്സർവ് ചെയ്യുന്നതാണ് നമ്മളുടെ കഴിവെന്ന് പറയുന്നത്, നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെ കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ട് അതിങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ. കാരണം നമ്മൾ അങ്ങനെ അതൊരു ശീലമായി മാറി നമ്മുടെ. ഇപ്പൊ നമുക്ക് ഭാവിയെ കുറിച്ച് തന്നെ എടുത്താൽ തന്നെ എന്തിനും ഏതിനും നമ്മൾക്ക് അസ്വസ്ഥതകളാണ്, അല്ലെ അതെന്ത് ചെയ്യും. ഇപ്പോ നമ്മുടെ മക്കള് പരീക്ഷ എഴുതാൻ പോണു, അത് മക്കൾക്ക് പേടി കൊടുക്കാൻ വേണ്ടി നമ്മളും എന്ത് ചെയ്യും, പരീക്ഷ കൂടുതൽ പഠിക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇത് മോട്ടിവേറ്റ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ആശങ്കപ്പെടുന്നു, കൊച്ചു ജയിക്കുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം നമ്മളിലും ഉണ്ടാകുന്നു. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഹാബിറ്റായി നമുക്ക് മാറി, നമ്മൾ അറിയാതെ എപ്പോഴും അത് നമ്മളെ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പിറകിൽ ഉണ്ടാകും. ക്ലിയർ ആയോ സംഭവം? ക്ലിയർ ആയി സാറേ. അത് മിക്കവാറും നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ സാറി പറഞ്ഞ എക്സാമ്പിൾ വളരെ ശരിയാണ്. ഈ യാത്ര സുഖകരമായിരിക്കോ, നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ഉള്ള, കാരണം അതിനുവേണ്ടി കുറെ പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്കൊരു മനസ്സിന് ഉറപ്പ് വന്നിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇതുപോലുള്ള ക്ലാസ് കയറിയതിനു ശേഷം കുറച്ചധികം മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു സാർ. പിന്നെ അടുത്ത ചോദിച്ചോട്ടെ. അടുത്ത സാറ് പറഞ്ഞതിലെ ഹൗ വി ഫോം എ ഹാബിറ്റ് എന്നുള്ളതിൽ സാറ് ഒരു ഇതൊക്കെ നമുക്ക് വരച്ചൊക്കെ തന്നു. അതിലെനിക്ക് ലാസ്റ്റ് വരുന്നത് റിവാർഡാണ്. എൻഡ് ഓഫ് എ ഗുഡ് എന്ന് അതിന്റെ താഴെ സാർ ഒരു ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നേ. ട്രിഗറിൽ നിന്ന് ക്രാവിങ്, അതിൽ നിന്ന് റെസ്പോൺസ്, അതിൽ നിന്ന് റിവാർഡ്. റിവാർഡ് എന്നുള്ളത് 2 സ്ഥലത്ത് വന്നിട്ടുണ്ട് സാറേ. ദ ഹാബിറ്റ് ലൂപ്പിലും വന്നിട്ടുണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് അത് 4 സർക്കിളിലാണ് ഞാനത് പറഞ്ഞത്. 4 സർക്കിളിലാണ്. ഒന്ന് ക്യൂ, രണ്ടാമത് മോട്ടിവേഷൻ, അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് വേണേ പറയാം, അല്ലെങ്കിൽ അതിനൊരു നമ്മൾ ട്രൈ ചെയ്യുന്നു, ഹാബിറ്റ് അല്ലേ. ഓക്കെ, മൂന്നാമത്തേത് നമ്മള് റെസ്പോണ്ട് ചെയ്യുന്നു, അതെ, നമുക്ക് റിവാർഡ് കിട്ടും. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഒരു കുഞ്ഞ് ചെറുപ്പത്തില് 1, 2, 3 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരേതെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ആദ്യം ഒന്ന് കരഞ്ഞു നോക്കും. അത് ഫുൾഫില്ലായി. കാരണം ഒന്ന് കരഞ്ഞു. അതിപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ അമ്മയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വേണം.
അതിനുവേണ്ടി കുഞ്ഞ് വാശി പിടിച്ച് കരയുന്നു. കരഞ്ഞു കഴിയുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു? ഈ വാശി തീരാൻ വേണ്ടി നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ കുഞ്ഞ് ഒരു കാര്യം മനസ്സിലായി, ഇത് കരഞ്ഞാൽ എനിക്ക് ഈ സംഗതി കിട്ടും. ഓക്കെ, അപ്പൊ അത് കുഞ്ഞ് പഠിച്ചു. അപ്പൊ കുഞ്ഞിന് മൊബൈൽ കിട്ടിക്കഴിയുമ്പോഴോ അതിൽ ഇങ്ങനെ തോണ്ടി കളിക്കാം, കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും തോണ്ടി കളിക്കാം. അപ്പൊ അതൊരു റിവാർഡായി. അപ്പൊ അടുത്ത പ്രാവശ്യവും ഇത് തന്നെ അവനോ അവളോ ആ കൊച്ചോ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതായത് ഇങ്ങനെ കരയുക, അല്ലെങ്കിൽ ദുശാഠ്യം പിടിക്കുക, വഴക്കുണ്ടാക്കുക. കുറച്ച് പ്രായം കഴിയുമ്പോഴേക്കും വഴക്കായിരിക്കും, ഭീഷണിയായിരിക്കും മക്കളിൽ നിന്നോ എങ്ങനെ മാതാപിതാക്കൾക്കുണ്ടാകും. ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, പല ചുറ്റുപാടിലുണ്ടാകാം. അപ്പൊ ഇത് ഇങ്ങനെ മറ്റുള്ളവരെ നിന്ന് ഈ രീതിയിൽ ഞാൻ ഇന്ന രീതിയിൽ ഒന്ന് ശ്രമിച്ചാൽ എന്റെ കാര്യം നടക്കുമെങ്കിൽ അത് പയ്യെ പയ്യെ അതൊരു ഹാബിറ്റ് ആകും. രീതിയിലേക്ക് മാറും അല്ലേ സാറേ? കുട്ടി വലുതാനുസരിച്ച് അവന്റെ ഈ സ്വഭാവത്തിൽ വാശി, വൈരാഗ്യം തുടങ്ങിയ കാര്യങ്ങളിലോട്ട് മാറാൻ അങ്ങനെയും ആകാം. യെസ്. ഓക്കെ സാർ. പിന്നെ ഇൻഗ്രെയിൻഡ് തോട്ട് പാറ്റേൺസ്. അതായത് അത് നമ്മളുടെ ഇൻഗ്രെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഇങ്ങനെ എന്താണ് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാൻ തോന്നുന്നു. ഇൻഗ്രെയിൻഡ് ആണ്, അത് നമ്മളുടെ ആഴത്തിൽ നമ്മൾ ഇത് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഇതാണ് നമ്മളുടെ ഇതാണ് കൾച്ചറൽ, നമുക്ക് സംസ്കാരത്തിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മതങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് ശരിയാണ് തെറ്റാണെന്നുള്ളതായിരിക്കാം. ഇപ്പൊ നമ്മുടെ ജാതീയമായിട്ടുള്ളത്. ഇപ്പൊ അതാണ് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഇത് എന്തുമാത്രം ഉണ്ടെന്ന് അറിയില്ല. ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതാണ്, സവർണരും അവർണരും തമ്മിലുള്ള ആ വ്യത്യാസം ഉദാഹരണമായിട്ട്. അത് ഇൻഗ്രെയിൻഡ് ആണ്. ഓക്കെ, അത് എല്ലാ സംസ്കാരങ്ങളിലും ഉണ്ട്. ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ കറുത്തവര്, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾ, ഇതൊക്കെ അവര് കുറെ എന്താണ്, അവർക്ക് ബുദ്ധിയില്ലാത്തവരാണ്, കഴിവില്ലാത്തവരാണ്, അങ്ങനെ ഒരു മനോഭാവം അവർക്കുണ്ട്. ആ രീതിയിലാണ് നമ്മളെ കാണുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ അവര് കള്ളന്മാരാണ്. അമേരിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇവിടെയാണെങ്കിലും അതെ, കറുത്ത വർഗ്ഗക്കാർ എപ്പോഴും ഡ്രഗ്സ് ഡീലേഴ്സ് ആണെന്ന് ഒരു പൊതു ധാരണയുണ്ട്. അപ്പൊ അത് ഇവിടുത്തെ മനുഷ്യരിലുണ്ട്, പോലീസുകാരിലും, എല്ലാവരിലും ഉണ്ട് അത്. അപ്പൊ അത് ഇൻഗ്രെയിൻഡ് ആണ്. ദാറ്റ് മീൻസ് അതിങ്ങനെ ആഴത്തിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതാണ്. അത് അങ്ങനെയുള്ളതാണ്. ഓക്കെ, മതപരം എന്ന് പറഞ്ഞപ്പം സാറ് പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മുടെ മതമാണ് നല്ലത് എന്ന് പറയുന്ന ഒരു രീതി ഇപ്പൊ ഉണ്ട്. അത് ഇതിന്റെ ഒരു ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ മതങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റു പല ഇതുമുണ്ട്, മനസ്സിലായോ? ഇപ്പം ഇപ്പൊ പറഞ്ഞത് തന്നെ, അതുപോലെ തന്നെ ആണ് മറ്റു പല ചിന്താഗതികൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഓരോ മതങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഇതുണ്ട്. അതല്ലെങ്കിൽ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ നരകമുണ്ട്, അല്ലെങ്കിൽ മറ്റുണ്ട്, ഇതൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ഇത് ശരിയാണ്, പാപമാണ്, പുണ്യമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ടാകും. അതൊക്കെ നമ്മള് തലമുറകളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നമ്മൾ കൈമാറിയിട്ടുള്ളതാണ്. അത് നമുക്ക് കിട്ടി, അത് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നു. അതെ, അങ്ങനെ വിശ്വസിച്ച് വന്ന് സാറേ ഇപ്പൊ വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലുള്ള ഒരു തലമുറയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാറേ, താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കും ക്ഷമമുണ്ടോ? സർ, വളരെ നല്ല ഒരു മെഡിറ്റേഷൻ ആയിരുന്നു. കാരണം ഇന്നത്തെ വിഷയത്തിന് വളരെ അനുയോജ്യമായിരുന്നു ഈ ഗൈഡഡ് മെഡിറ്റേഷൻ എന്നുള്ളത്. സാറ് പറയുന്ന ആ വാക്കുകൾ നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് നമ്മളെ ക്രമീകരിക്കാനും പറ്റി. അതൊരു ഗൈഡഡ് മെഡിറ്റേഷൻ തന്നെയായിരുന്നു, വളരെ യോജിച്ചത്. അത് തന്നതിന് വളരെ നന്ദി പറയണം. താങ്ക് യു വെരി മച്ച്. സാറിന്റെ ക്ലാസ്സും കഴിഞ്ഞിട്ട് മെഡിറ്റേഷനെ വല്ലാത്തൊരു ക്ലൻസിങ്ങിന്റെ ഫീല് ആണ്. വല്ലാത്തൊരു ക്ലൻസിങ് കിട്ടുന്നത് എല്ലാവർക്കും. തീരെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ഇല്ലാത്തവർക്കും എല്ലാ ആഴ്ചയും കിട്ടുമ്പോൾ അതൊരു നല്ലൊരു ഹാബിറ്റായി മാറും. വല്ലാത്തൊരു ദാനാണ് സാറേ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുകയാണ് സാറിന്, സാറിന്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. Thank you. Shama, Good evening, all of you. Good evening, sir. Good evening. എല്ലാ ദിവസത്തെയും പോലെ തന്നെ സാറിന്റെ ക്ലാസ് വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. ഇന്ന് പ്രത്യേകിച്ചും പറഞ്ഞ പോലെ ഞാൻ
സ്റ്റാർട്ട് ചെയ്തത് ന്യൂറോ സയൻസ് ഓഫ് ഹാബിറ്റിൽ ഒരു പോർഷൻ മുതലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോ അതിനകത്ത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചായിരുന്നു സാർ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കോൺഷ്യസ് ലെവല് നമുക്ക് ഒരു 10% മാത്രമേ ഉള്ളൂ. അത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ടൂളായിരിക്കണം സാറ് ഒരു മൈൻഡ്ഫുൾനെസ്സിലെ ആ ഒരു പ്രാക്ടീസ് ചെയ്യിച്ച് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ സർ? നമുക്ക് ആ ഒരു കോൺഷ്യസ് ലെവല് കുറച്ചുകൂടി നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ആ 10%ന്റെ ആ ഒരു ലെവല് കുറച്ചുകൂടി ഇമ്പ്രൂവ് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കും നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലൂടെ ലഭിക്കുന്നത് അല്ലേ സർ? കുറെ കൂടി നമ്മൾക്ക് ഉദാഹരണമായിട്ട് നമ്മളുടെ ആ ആക്റ്റീവ് മെമ്മറി അത് നമ്മൾക്ക് കൂട്ടുന്നതിന് കോഗ്നിറ്റീവ് ആയിട്ടുള്ള കഴിവുകളൊക്കെ ഞാൻ പറഞ്ഞ 10% കൂട്ടാമെന്ന് പറയുന്നില്ല. ചിലപ്പം അതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പം ഈ ഒരു ചെറുപ്പത്തിൽ അധികം പ്രശ്നമില്ലായിരിക്കും. പ്രത്യേകിച്ച് ചില ആളുകൾക്ക് 50 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 60 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഓർമ്മക്കുറവ് ചിലരിൽ ഇതുണ്ടാകും. ഞാൻ ഡെമൻഷ്യയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ളതല്ല. ചില ആളുകൾക്ക് പ്രത്യേകിച്ചുണ്ട്. കാരണം അത് അവരുടെ ഈ തരത്തിലുള്ള ഞാൻ പറഞ്ഞ ഈ ബാഡ് ഹാബിറ്റ്സ്, ഇമോഷണൽ ഹാബിറ്റ്സിൻ്റെ ഇതുണ്ടാകും. പല കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ ഒന്ന് ഇതായിരിക്കും. കാരണം അവർ ഓവറായിട്ട് വറീഡ് ആണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള റിസെന്റ്മെന്റ്, പ്രതികാരം, ഇങ്ങനെ അല്ലെങ്കിൽ വൈരാഗ്യം, അസൂയ, ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളിലൊക്കെ കുറെ ഓർമ്മക്കുറവുകൾ കാണാറുണ്ട്. അത് ഇപ്പൊ നമ്മൾ പെരുമാറുന്ന ഇടപെടുന്ന മനുഷ്യരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് തന്നെ അനുഭവപ്പെടാം. അല്ലെങ്കിൽ സ്റ്റഡീസ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ കൂടുതൽ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യുന്നതിന് കൂടുതൽ നമുക്കിത് നമുക്ക് നമ്മളുടെ ആ 10% എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള അതിൽ കുറെ കൂടി നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. അതിലേക്ക് കൂടുതൽ നമുക്ക് ആക്സസിബിലിറ്റി, അതിനെ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ സർ, ഓക്കെ. അത് നമുക്കൊരു അവയർനെസ്, എന്ത് കാര്യം ചെയ്താലും ചിലപ്പോഴൊക്കെ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ബോധപൂർവം ആയിരിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഇപ്പൊ ഒരു ബുക്ക് എടുത്താലോ പെണ്ണെടുത്താലോ എവിടെ വെച്ചു എന്നുള്ള ഒരു ഓർമ്മക്കുറവൊക്കെ വരാറുണ്ട്. പക്ഷെ അത് മൈൻഡ്ഫുൾനെസ്സിലൂടെ അത് നമുക്ക് പിന്നെ അതുപോലെ ഇമോഷൻസ് ആണെങ്കിലും കുറച്ചൊക്കെ സാറിന്റെ ഈ ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലെറ്റിംഗ് ഗോ എന്ന് പറയുമ്പം നമുക്ക് നമ്മളെ തന്നെ നമുക്ക് ബെറ്റർ ആക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചറിന്റെ ഒരു കണ്ടന്റ് ടീച്ചർ പറഞ്ഞത് എങ്ങനെ മറ്റുള്ളവർക്ക് കംഫർട്ട് ആവുമോ എന്നുള്ള ഒരു ഡൗട്ടിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒരു പക്ഷേ സാധിച്ചേക്കാം. നമുക്ക് നമ്മുടെ ഒരു ചിന്തകള് നമുക്കും കംഫർട്ടായിരിക്കണം, പ്രവൃത്തി നമുക്കും കംഫർട്ടായിരിക്കണം, അതേസമയം മറ്റുള്ളവർക്കും കംഫർട്ട് ആകണ രീതിയിൽ നമുക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ചിന്തിക്കാനും ചിലപ്പോൾ ഒരു പക്ഷെ സാധിച്ചെന്നിരിക്കും. അതും ഒരു നല്ലൊരു ബിഹേവിയർ, ഒരു മോഡിഫിക്കേഷനും നമുക്ക് കഴിയുമല്ലേ സാർ ഇതിലൂടെ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഉദാഹരണം നമ്മളുടെ പെട്ടെന്നുള്ള ദേഷ്യങ്ങളാകാം, അല്ലെങ്കിൽ അസൂയ, നമ്മളത് മാറ്റിയെടുക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, അതെല്ലാവർക്കും ആപ്ലിക്കബിളാ അല്ലേ? അസൂയപ്പെടുക, അല്ലെങ്കിൽ വൈരാഗ്യം, ഇങ്ങനെയൊക്കെയുള്ള അത് എല്ലാവരും ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഇതിലാണ് അല്ലേ? എല്ലാവർക്കും അങ്ങനെ ഒരു യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെല്ലാം നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അതിന് എത്ര പ്രാവശ്യം ഒക്കറൻസ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്കത് മാറ്റാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ തന്നെ സാർ പറഞ്ഞു അപ്പൂപ്പൻ താടിയുടെയും അതുപോലെ ആദ്യം ചെടികൾ മുറിച്ചു മാറ്റുമ്പോൾ പിന്നീട് അതിൽ ആദ്യം പൂക്കൾ ഉണ്ടാവുക, കായ്കൾ ഉണ്ടാവുക, ആ ഒരു എക്സാമ്പിൾസ് ഒക്കെ വളരെ മനോഹരമായിട്ട് സാർ അത് നമുക്ക് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോയപ്പോ എല്ലാ രീതിയിലും നമ്മൾ വളരെ കംഫർട്ട് ആകുന്ന ഒരു രീതിയിൽ വളരെ ആ ഒരു പ്രശാന്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. സാറ് പറഞ്ഞ ഡാൻഡിയോൺ ഉണ്ടല്ലോ ചെടി, അവിടെ ഉണ്ടെന്ന് പറഞ്ഞ ചെടി, അതുപോലെ ഇവിടെ ഒരു പ്രത്യേക പിന്നെ ഇതില് ക്ലൈമറ്റില് ലില്ലിച്ചെടി ഉണ്ടൊരെണ്ണം. അത് ആദ്യം പൂക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഓറഞ്ച് കളറിലെ കുറച്ച് വലിയ പൂവായിട്ട് അതിങ്ങനെ ഭൂമിയിൽ പെട്ടെന്ന് പൂക്കളാണ്. അതിന്റെ തണ്ട് വന്നിട്ട് പൂ വന്നിട്ടാണ് പിന്നെയാണ് അതിന്റെ ഇലകൾ വരാറുള്ളത്. ഒരുതരം എല്ലാ നാട്ടിലും കാണും. ചെറി മരം അങ്ങനെയാണ്. അത് തന്നെ. അപ്പൊ അത് ഓർത്തു. ഓക്കെ സർ, താങ്ക് യു. അപ്പൊ നാളെ നമുക്ക്
ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ മറ്റൊരു വിഷയം കേൾക്കാം. സോ Okay. ആന്റണി സാർ, താങ്ക് യു വെരി മച്ച്. Thank you very much. Okay. Have a nice evening and a good night to you all. Okay. Thank you, sir. Okay. Thank you so much. Good night, Thank sir. you. Okay. Bye.